എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് എഴുതുന്നവർ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന LGSൻ്റെ എക്സാം എഴുതാൻ പോകുന്നവർ, ഇവർ രണ്ടാളുകളും ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് 100% ഈ ക്ലാസ് പ്രയോജനം ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വേരിയസ് LGSൻ്റെ 2ാം ഘട്ട പരീക്ഷ നടന്നു. ആ പരീക്ഷയിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ എടുക്കുന്നു. ആ ചോദ്യങ്ങളുടെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ല നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അതിലെ ഓരോ ചോദ്യങ്ങളും എടുക്കുന്നു, ഓരോ ചോദ്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അതുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് മുഴുവൻ പറയുന്നു, പിന്നെ എക്സ്ട്രാ ചോദ്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ കീറി മുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും, ജോയിൻ ചെയ്യുക. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോ. ആദ്യത്തെ ചോദ്യം തുക കാണാനാണ്. 3 + 6 + 9 അങ്ങനെ പോയി 90 വരെ ഇവരുടെ തുക എത്ര എന്നതാണ് ചോദ്യം. നമ്മൾ ചെയ്ത റിവിഷൻ ക്ലാസ്സിൽ ഇതിൻ്റെ വേറൊരു വെർഷൻ ചോദ്യം ഉണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് അരിതമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് 3ന്റെ പൊതുവ്യത്യാസം വരുന്ന ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ തുകയായിട്ട് എടുത്ത് നമുക്ക് ചെയ്തു പോകാം. 100% ശരിയാണ്. ഇനി അതല്ല എങ്കിൽ ശ്രദ്ധിക്കുക, 3 + 6 + 9 അങ്ങനെ പോയി 180 അങ്ങനെ പോയി 90 വരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ അകത്തു നിന്നെല്ലാം ഒരു 3 കോമൺ എടുത്താൽ, അതായത് 3ൻ്റെ അകത്തു നിന്നും ഒരു 3 കോമൺ എടുക്കാം, 6ൻ്റെ അകത്തു നിന്നും ഒരു 3 കോമൺ എടുക്കാം, 9ൻ്റെ അകത്തു നിന്നും ഒരു 3 കോമൺ എടുക്കാം. അങ്ങനെ കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും? 3ൻ്റെ അകത്തു നിന്ന് 3 പോയാൽ ഈ സാധനം 1 ആയി, പ്ലസ് 6ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ ഇത് 2 ആയി, പ്ലസ് 9ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ ഇത് 3 ആയി. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കും, അതെന്താ അങ്ങനെ? മക്കളെ, 3 കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും 3 ഹരിച്ച് വെളിയിൽ എഴുതുക എന്നതാണ്. അതായത് ഈ 3 അകത്തേക്ക് കൊടുക്കുമ്പോൾ 3, 6, 9 എന്ന രീതിയിൽ നിൽക്കണം. കുറച്ചുകൂടെ വ്യക്തമായി, 3ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ 3/3 1 ഇവിടെ വരും. 6ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ 6/3 2 ഇവിടെ വരും. 9ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ 9/3 3 ഇവിടെ വരും. അങ്ങനെ പോയി 90ൻ്റെ അകത്തു നിന്ന് 3 കോമൺ എടുത്താൽ 90/3 30 ഇവിടെ വരും. ഓക്കെ ആണോ? അപ്പൊ ഈ സാധനത്തെ നമുക്ക് 3 × 1 + 2 + 3 up to 90 വരെ, up to 30 വരെ എന്ന് എഴുതാം. ഈ സാധനം എന്ന് പറയുന്നത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആലോചിച്ചു നോക്ക്. ഈ സാധനം ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. 1 + 2 + 3 + 30 വരെ എന്ന് പറഞ്ഞാൽ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n + 1/2 ആണ്. അപ്പം 30 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 30 × 30 + 1 31/2 ആണ്. 30 2 കൂടെ വെട്ടിക്കളയുമ്പോൾ ഈ സാധനം 15 ആവും.
15 ഗുണം 31 വരും. 15 ഗുണം 30 എന്ന് പറഞ്ഞാൽ 450 പിന്നെ ഒരു 15 കൂടെ വരുമ്പോൾ 465 വരും. അപ്പൊ ഈ സാധനം 465 ഓക്കെ ആണോ? അപ്പൊ നമുക്കവരെ 3 ഗുണം ഇത്രയും 465 എന്ന് കിട്ടിയില്ലേ? 3 ഗുണം 465 എന്ന് കിട്ടും. 3 ഗുണം 465 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 400 ഗുണം 3 1200, 65 ഗുണം 3 195, അങ്ങനെ മൊത്തം 1395 എന്ന് വരും. 1395 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 3 + 6 + 9, അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 കോമൺ എടുത്തു. അതായത് 3 വെളിയിൽ എഴുതി. 3ൻ്റെ അകത്തുനിന്ന് 3 കോമൺ എടുത്താൽ 1. 6ൻ്റെ അകത്തുനിന്ന് 3 കോമൺ എടുത്താൽ 6/3 2. 9ൻ്റെ അകത്തുനിന്ന് 3 കോമൺ എടുത്താൽ 9/3 3. അങ്ങനെ പോയി 90ൻ്റെ അകത്തുനിന്ന് 3 കോമൺ എടുത്താൽ 90/3 30. ഈ എഴുതിയേക്കുന്നത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. 30 എണ്ണൽ സംഖ്യകളുടെ തുക 30 × 31/2 ഓക്കെയാണ്. 30 × 31/2 ചെയ്തു വരുമ്പോൾ നമുക്ക് പറയാം 465. അപ്പം 3 ഗുണം 465 ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 1395 എന്ന് പറയാം. മക്കളെ, ഇതേപോലെ നമുക്കൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കിയാലോ? നിങ്ങളൊക്കെയാണോ? ചോദ്യം ഇങ്ങനെയാണ്: 5 + 10 + 15 അങ്ങനെ പോയി 100. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് 5ൻ്റെ പൊതുവ്യത്യാസം വരുന്ന ഒരു AP ആയിട്ടെടുത്ത് നമുക്ക് ചെയ്യാം. സമാന്തര ശ്രേണിയായിട്ടെടുത്ത് നമുക്ക് ചെയ്യാം. ഇനി സമാന്തര ശ്രേണിയുടെ കൺസെപ്റ്റ് അറിയാത്തവർക്കറിയാം. 5ൽ നിന്നും 10ൽ നിന്നും 15ൽ നിന്നും 100ൽ നിന്നുമൊക്കെ നമുക്കൊരു 5 കോമൺ എടുക്കാം. മക്കളെ, ഒരു 5 കോമൺ എടുത്ത് വെളിയിൽ എഴുതിയാൽ ഇതെന്ത് സംഭവിക്കും? 5ൽ നിന്ന് 5 കോമൺ എടുത്താൽ 1, 10ൽ നിന്ന് 5 കോമൺ എടുത്താൽ 2, 15ൽ നിന്ന് 5 കോമൺ എടുത്താൽ 3, അങ്ങനെ 100ൽ നിന്നും 5 കോമൺ എടുത്താൽ 20. കോമൺ എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളെയും 5 വെളിയിൽ എഴുതിയ ശേഷം എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഹരിക്കുക. 5/5 1, 10/5 2, 15/5 3, അങ്ങനെ 100/5 20. മക്കളെ, ഈ എഴുതിയേക്കുന്നത് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. 1 + 2 + അങ്ങനെ 20 വരെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം n × n + 1/2. അപ്പോൾ 20 × 21/2. ഇത് വെട്ടിക്കളയുമ്പോൾ 10 വരും. 20ഉം 2ഉം 10 ഗുണം 21 210 എന്ന് വരും. അപ്പൊ ഈ സാധനം നമുക്ക് 210 എന്ന് കിട്ടും. അപ്പോൾ 5 ഗുണം 210 നമ്മുടെ ഉത്തരം. 21 ഗുണം 5 105. പിന്നെ ഒരു 0 ചേർത്ത് നമ്മുടെ ഉത്തരം 1050 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. മക്കളെ, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിൽ ഇതേപോലെ ഒരു 2 ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബ്ലഡ് റിലേഷൻ സിലബസിൽ ഇല്ല, LGSന്റെ സിലബസിൽ ഇല്ല, പക്ഷേ വരാൻ സാധ്യതയുള്ള ചോദ്യം. A ബിയുടെ അച്ഛനാണ്, C ഡിയുടെ സഹോദരനാണ്, E സിയുടെ അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്ക് എയുമായുള്ള ബന്ധം എന്താണ് എന്നതാണ് ചോദ്യം. മക്കളെ, നമ്മൾ സാധാരണ ബ്ലഡ് റിലേഷൻ ഇങ്ങനെ വരച്ചൊക്കെ നോക്കിയാണ് ചെയ്യാറുള്ളത്. ഞാനൊന്ന് വരച്ച് കാണിക്കാം. എ ബിയുടെ അച്ഛനാണ്. മക്കളെ, ബി എന്ന് പറയുന്ന ആളുടെ അച്ഛനാണ് എ. അച്ഛനായതുകൊണ്ട്, ആണായതുകൊണ്ട് ഞാൻ പ്ലസ് എന്ന് കൊടുത്തു. പൊതുവെ ബ്ലഡ് റിലേഷൻ ചെയ്യുന്നവര് ആണിനെ പ്ലസ് എന്നും പെൺകുട്ടിയാണെങ്കിൽ മൈനസ് എന്നുമാണ് കൊടുക്കുക. ഇനി സർക്കിളും സ്ക്വയറും ഇട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ സൗകര്യം ഏതാണോ അത്. അപ്പോൾ എ ബിയുടെ അച്ഛനാണ്. ബി എന്ന് പറയുന്ന ആളുടെ
അച്ഛൻ വലുതാണല്ലോ, ഹയർ ജനറേഷനാ, മുകളിലത്തെ ജനറേഷനാ, അച്ഛനാണ് എ ആണാണ്. ഇവിടെ വരെ ആയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എ എന്ന് പറയുന്ന ഒരു അച്ഛന് ഒരു മോനോ മോളോ ഉണ്ട്, ബി. നമുക്കറിയില്ല മോനാണോ മോളാണോ എന്ന്. ഈ സി ഡിയുടെ സഹോദരനാണ്. പക്ഷെ ഇവരുമായിട്ട് മാച്ച് ചെയ്യാൻ നമുക്ക് തൽക്കാലം ഇപ്പൊ പറ്റില്ല, അതുകൊണ്ട് അത് അവിടെ പെൻഡിങ് ഇടട്ടെ. ഈ സിയുടെ അമ്മയാണ് ഇ. പക്ഷെ എയും ബിയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് അവിടെ പെൻഡിങ് കിടക്കട്ടെ. ബിയും ഡിയും സഹോദരന്മാരാണ്, അത് മാച്ച് ചെയ്യാം. ബിയും ഡിയും സഹോദരന്മാരാണ്. അപ്പൊ മക്കളെ ഓർക്കുക, ബിയും ഡിയും സഹോദരന്മാരാ, ഒരേ ജനറേഷനാ. അപ്പൊ ബിയും സഹോദരനാണ്, ഡിയും സഹോദരനാണ്, രണ്ടുമാണാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇതും നമ്മൾ കണക്ട് ചെയ്തു, ഇതും നമ്മൾ കണക്ട് ചെയ്തു. ഇനി കണക്ട് ചെയ്യാത്ത രണ്ടുപേരുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. സി ഡിയുടെ സഹോദരനാണ്, കണ്ടോ? അപ്പൊ സി എന്ന് പറയുന്ന ആള് ഡിയുടെ സഹോദരനാണ് സി. ഇത്രയും വരച്ചപ്പോൾ നമുക്ക് എന്തു മനസ്സിലായി? ഇതെല്ലാം കണക്റ്റഡാ. ബി എ ഡി എ സി എ സഹോദരന്മാരാണ്, എല്ലാ ആമ്പിള്ളാരാ. ഇനിയും ബിയുടെ അച്ഛൻ എ ആണ്. ബിയുടെ അച്ഛൻ എ ആണെങ്കിൽ ഈ മൂന്ന് സഹോദരന്മാരുടെയും അച്ഛൻ ഉറപ്പായിട്ടും ആരായിരിക്കും? എ ആയിരിക്കും. ഓക്കെ ആണ്. ഇനി നമ്മളോട് എന്തോ പറയുന്നേ? ഇത് മാച്ച് ചെയ്തു. ഈ സിയുടെ അമ്മയാണ്. മക്കളെ, സി എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് ഇ. അപ്പൊ അമ്മയാണ്, സി എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് അമ്മ. അപ്പൊ ഇ. അപ്പൊ അമ്മ പെൺകുട്ടിയാണ്, മൈനസ് എന്ന് കൊടുത്തു. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സിയുടെ അച്ഛൻ എ ആണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. സിയുടെ അമ്മ ഇ ആണെന്ന് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അച്ഛനും അമ്മയും ഇവര് രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു ആരോ ഇട്ടു. ഓക്കെ. അപ്പൊ ഇവിടെ വരെ ആയപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എയും ഇയും ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർക്ക് ബി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതുമായ 3 ആമ്പിള്ളാരുണ്ട്. ഈ 3 പേരുടെ അച്ഛൻ എയും 3 പേരുടെ അമ്മ ഇയുമാണ്. ഇനി നമ്മളോട് എന്തുവാ ചോദിച്ചേക്കുന്നേ? ഈക്ക് എയുമായുള്ള ബന്ധം. മക്കളെ, ഇങ്ങനെ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും പല കുഞ്ഞുങ്ങൾ ചിന്തിക്കും ഭാര്യ ഭർത്താവാന്ന് മനസ്സിലാവും, ഭാര്യയാണോ ഭർത്താവാണോ എന്നൊരു ഡൗട്ട് വരും. മക്കളെ, ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഈക്ക് എയുമായുള്ള ബന്ധം, ഇങ്ങനെ ചോദ്യം വന്ന നിങ്ങൾ വായിക്കേണ്ടത് എയുടെ ആരാണ് ഇ എന്നാണ്. അതായത് രണ്ടാമത് പറയുന്ന ആളുടെ ആരാണ് ഇ, എയുടെ ആരാണ് ഇ, എയുടെ ഭാര്യയാണ് ഓപ്ഷൻ എ. പലർക്കും ഡൗട്ട് തോന്നും, രാജുവിന് രാധയോടുള്ള ബന്ധം, രാധയുടെ ആരാണ്? രാജു. ഓക്കെ. പിള്ളേച്ചന് രുക്മിണിയോടുള്ള ബന്ധം, രുക്മിണിയുടെ ആരാണ്? പിള്ളേച്ചൻ. രുക്മിണിക്ക് മാധവനോടുള്ള ബന്ധം, മാധവന്റെ ആരാണ്? രുക്മിണി. എയ്ക്ക് ബിയോടുള്ള ബന്ധം, ബിയുടെ ആരാണ്? എ. എക്സിന് വൈയോടുള്ള ബന്ധം, വൈയുടെ ആരാണ്? എക്സ്. അപ്പൊ ഇവിടെ ഈക്ക് എയുമായുള്ള ബന്ധം, എയുടെ ആരാണ്? ഇ. എയുടെ ആരാ? ഭാര്യയാണ്. ഓക്കെ ആണ്. അപ്പോ ഈ സാധനം നമുക്ക് ഒരു വട്ടം കൂടെ അങ്ങ് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഇതിൽ പൊളിയായി മാറും. എ ബിയുടെ അച്ഛനാണ്. അപ്പൊ എ എന്ന് പറയുന്ന ആള് അച്ഛനാണ്. ആരുടെ? ബിയുടെ അച്ഛനാണ്. ഇപ്പൊ ബിയുടെ അച്ഛൻ എ ആണാണ്. ബി ആണാണോ പെണ്ണാണോ എന്ന് ഇതുവരെ ഉറപ്പില്ല. സി ഡിയുടെ സഹോദരനാണ്, അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല സിയും ഡിയും, അതവിടെ നിൽക്കട്ടെ. ഈ സിയുടെ അമ്മയാണ്. എ സി എ നമുക്കറിയത്തില്ല, അതിനകത്ത് ചേർക്കാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കറിയാം ബിയും ഡിയും സഹോദരന്മാരാ. അപ്പൊ ബിയുമുണ്ട് ഡിയുമുണ്ട്, സഹോദരന്മാരാവന്മാര്, രണ്ടുപേരും ആമ്പിള്ളാരാ, സഹോദരന്മാരാ. അപ്പൊ ഇതും കണക്ട് ചെയ്തു.
അപ്പൊ നമുക്ക് മനസ്സിലായി എ എന്ന് പറയുന്ന അച്ഛന് 2 ആൺപിള്ളേരുണ്ട്, ബിയും ഡിയും. അടുത്ത് സി ഡിയുടെ സഹോദരനാ. മക്കളെ ഡിയുടെ സഹോദരനാണ് സി. ഡിയുടെ സഹോദരൻ ആണ്. ഓക്കെ, അപ്പൊ ഇതായപ്പോ മനസ്സിലായി ബി എ ഡി എ സി എ സഹോദരന്മാരാ, അവർക്കൊരു അച്ഛനുണ്ട് എ. ഇനി എന്താ പറയുന്നത് ലാസ്റ്റ്, ഈ സിയുടെ അമ്മയാണ്. സിയുടെ അമ്മ ഈ. ഓക്കെ, സിയുടെ അമ്മയാണ് ഈ എങ്കിൽ അവരുടെ സഹോദരന്മാരുടെ അമ്മയാണ്. അപ്പൊ ഇവന്മാരുടെ 3 പേരുടെ അച്ഛൻ എയും അമ്മ ഇയും ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എയും ഇയും അച്ഛനും അമ്മയുമാണ്, അതായത് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇനി നമുക്കറിയാം ഈ കെയുമായുള്ള ബന്ധം. മോനെ എയുടെ ആരാണ് ഈ? എയുടെ ആരാ? എ എന്ന് പറയുന്ന ഭർത്താവിന്റെ ഭാര്യയാണ് ഈ. ഭാര്യ, ഓപ്ഷൻ എ. അടുത്ത് ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോസ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും എന്നതാണ് ചോദ്യം. മക്കളെ നമുക്ക് ഇവിടോട്ട് എഴുതാം. FMPQC എന്ന് പറയുന്നത് ഹോസ്, HORC. അങ്ങനെയാണ് ILGDC എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. ഇനി കഴിഞ്ഞ LGSന്റെ ആദ്യ ഘട്ടത്തിൽ ഒരു കോഡിങ്ങിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ കോഡിങ്ങിന്റെ ചോദ്യത്തിൻ്റെ അകത്തിൽ ലെറ്ററുകൾ റീഅറേഞ്ച് ചെയ്യുമായിരുന്നു. അതായത് FMPQC ഉണ്ടെങ്കിൽ കോഡിലും FMPQC ഉണ്ട്, പക്ഷെ ഇങ്ങനെ അറേഞ്ച്മെന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ അത് 1 2 3 ഒക്കെ ഇട്ട് ആ 1 2 3 ഇവിടെ എന്നൊക്കെ നോക്കും. പക്ഷെ FMPQCയിലെ എല്ലാവരും HORC ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന കേസിൽ F എങ്ങനെ H ആയി? മക്കളെ എഫിന്റെ കൂടെ 2 കൂടുന്നതാണ് H. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ F 6ാമത്തെ ലെറ്റർ ആണ്, H 8ാമത്തെ ലെറ്റർ ആണ്. FH 6 8 ആയി. MO ആയി 2 കൂടി. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ M 13 O 15. ഇനി P 6 ആയി. P 6 ആവണമെങ്കിലും 2 കൂടി. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ OP QR എന്ന. അപ്പൊ 2 കൂടി എന്ന് മനസ്സിലായി. അല്ലേ തന്നെ നമുക്കറിയാം P 16 6 18 2 കൂടി. QS ആയി എന്ന് പറഞ്ഞാൽ OPQ. Q കഴിഞ്ഞ് 6 ഇല്ല, S ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 കൂടി. 17 19 ആയി. CE ആയി. CE ആവാനും നമുക്കറിയാം 2 കൂടി. CD ഇല്ല, E ആയി. അതായത് 3ാമത്തെ അക്ഷരമാണ് C, 5ാമത്തെ അക്ഷരം ഇയിലേക്ക് വന്നു. ഒക്കെയാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി എല്ലാ അക്ഷരത്തിൻ്റെ കൂടെയും 2 കൂട്ടിയാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവന്റെ കൂടെയും 2 കൂടണം, ഇവന്റെ കൂടെയും 2 കൂടണം, ഇവന്റെ കൂടെയും 2 കൂടണം, ഇവന്റെ കൂടെയും 2 കൂടണം, ഇവന്റെ കൂടെയും 2 കൂടണം. ഐയുടെ കൂടെ 2 കൂടിയാൽ K ആണ്. I 9ാമത്തെ അക്ഷരം, K 11ാമത്തെ അക്ഷരം. അല്ലേ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കുക, I കഴിഞ്ഞ് J കഴിഞ്ഞ് K. ഓക്കെ, K ഉള്ള ഓപ്ഷനിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ട്, ഓപ്ഷൻ ഡി. ഇനി ബുദ്ധിയുള്ളവരാണ് ഇനി ബാക്കി ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. നിങ്ങൾക്ക് അത് തന്നെ വരും. അത് തന്നെ വന്നില്ല, നിങ്ങൾ ചെയ്തത് തെറ്റായിരിക്കും, അല്ലെ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, ഇനി അടുത്ത വേണേ നോക്കാം. L, അത് L എന്ന് പറയുന്ന ആള് NI. L 12 ആണ്, N 14 ആണ്. ഇനി G എന്ന് പറയുന്ന ആള് I ആണ്. G എന്ന് പറയുന്നത് 7ാമത്തെ അക്ഷരം, I എന്ന് പറയുന്നത് 9ാമത്തെ അക്ഷരം. D എന്ന് പറയുന്ന ആള് F ആണ്. D E ഇല്ല, F കണ്ടോ, 4 6 ആയി. ഇനി C എന്ന് പറയുന്ന ആള് E ആയി. C 3 E 5. അപ്പൊ നമുക്ക് പറയാം നൈഫ് എന്നാണ് ഉത്തരം. അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എല്ലാരോടും പറയുന്നു, അത്യാവശ്യം ലെറ്ററുകളുടെ പൊസിഷന്റെ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് പറയാറുള്ള ഒരു സാധനമാണ് ഇജോട്ടി എന്ന് പഠിച്ചാൽ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടും. ഇജോട്ടി, EJOTY, EJOTY, EJOTY. E5, J10, O15, T20, Y25. ഇജോട്ടി.
5, 10, 15, 20, 25. ഇത് ഇത്ര അറിയാമെങ്കിൽ ഇതിന് അമ്പറോ ഇപ്പറോ ഒക്കെ ഉള്ള ആളുകളെ കണക്ട് ചെയ്യത്തില്ലേ? ഈ ജോ ടി, ഈ JOTY, ഈ 5, J10, O15, T20, Y25 പക്ക. ഇനി ചില ആളുകൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നു 2020 എന്ന് നമ്മൾ എഴുതുക T20 എന്നല്ലേ, T20. ഇതോർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2020യുടെ കോഡ് T20 ഓർത്താൽ Tയുടെ കോഡ് 20 ഇനി നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. എച്ച് എടുക്കുക. ഈ എച്ച് എടുക്കുന്നത് 8ന്റെ പണിയാണെന്ന് ഓർത്താൽ എച്ചിന്റെ കോഡ് 8 എന്ന് മനസ്സിലാവും. എച്ച് എടുക്കുന്നത് 8ന്റെ പണിയാണെന്ന് ഓർത്താൽ എച്ചിന്റെ കോഡ് 8 മനസ്സിലാവും. ഇനി അല്ലേ തന്നെ പണ്ടൊക്കെ ഡ്രൈവിങ്ങിന് പോകുന്ന ആളുകൾക്കറിയാം, കാറിന് പോകുമ്പോൾ എച്ചും ബൈക്കിന് പോകുമ്പോൾ 8ഉം, കാറിന് പോകുമ്പോൾ എച്ചും ബൈക്കിന് പോകുമ്പോൾ 8ഉം എടുക്കണം. കാറിന് എച്ച്, ബൈക്കിന് 8, കാറിന് എച്ച്, ബൈക്കിന് 8. അങ്ങനെ ഓർത്താൽ എച്ചിന്റെ കോഡ് 8 മനസ്സിലാവും. ഇനി ഇത്തരത്തിലുള്ള പല ടെക്നിക്കുകളുണ്ട്. എങ്ങനായാലും സാരമില്ല, തൊട്ട് Z വരെയുള്ള അക്ഷരങ്ങളുടെ ഈ കോഡുകൾ, പൊസിഷന്റെ കോഡുകൾ ഒന്ന് പഠിച്ചു വെച്ചാൽ പ്രയോജനപ്പെടും, ഉറപ്പ്. അടുത്ത് ഡിവിഷൻ എന്നാൽ ഇൻറ്റുവും, മൈനസ് എന്നാൽ പ്ലസും, പ്ലസ് എന്നാൽ മൈനസും, ഇൻറ്റു എന്നാൽ ഡിവിഷനുമാണ് എങ്കിൽ ഇവന്റെ വില എത്ര എന്നതാണ് ചോദ്യം. നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഇത് പകർത്തി ഇങ്ങനെ എഴുതാനായിട്ട് നിൽക്കരുത്. നൈസായിട്ട് വേണ്ട ഏതാണോ നമുക്ക് വേണ്ടത് അവൻ്റെ മുകളിൽ ഇത് കൊണ്ട് എഴുതി വെക്കുക. ആദ്യം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റു, നമ്മൾ സൈഡിലായിട്ട് എഴുതി ഇൻറ്റു. അത് കഴിഞ്ഞ് മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പ്ലസ്. ഇനി അത് കഴിഞ്ഞ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം മൈനസ്. അത് കഴിഞ്ഞ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഡിവിഷൻ. ഇനി ഈ സാധനം ഒരുമിച്ചൊന്ന് എടുത്തെഴുതാനായിട്ട് ശ്രമിക്കുക. പറ. 4 ഡിവിഷന് പകരമുള്ള ഇൻറ്റു 3, മൈനസിന് പകരമുള്ള +2, പ്ലസിന് പകരമുള്ള -6, ഇൻറ്റുവിന് പകരമുള്ള ഡിവിഷൻ 3. മക്കളെ, ഇനി നിങ്ങൾക്കറിയാം പ്ലസും മൈനസും ഈ പറയുന്ന പോലെ ബ്രാക്കറ്റും ഒക്കെ വരുവാണ്. നിങ്ങൾ ഏത് രീതിയിൽ വേണം ഇത് ചെയ്യാൻ, ഇത് ഏത് രീതിയിൽ ചെയ്യുമെന്നുള്ളതിൻ്റെ റൂളാണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് ഒന്നുമില്ല. ഇനി ഓഫ് എന്ന് പറഞ്ഞ് എന്തേലും കിടപ്പുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ഓഫ് എന്ന് പറഞ്ഞ് ഒന്നുമില്ല. ഇനി ഡിവിഷൻ ഹരണമുണ്ടോ? ഉണ്ട്. ഇത് ഹരണമാണ്. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം 2, 3 2 6. ഇനി നമ്മൾ എടുത്തെഴുതി 4 × 3 +2 -2. കാര്യം മൈനസ് കഴിഞ്ഞു, ഈ ഹരണം നമ്മൾ ചെയ്തു 2. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? മക്കളെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം ഉണ്ട്. ഇത് ഗുണനമാ. 4 × 3 12, 12 +2 -2. ഇനി ശരിക്കും പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്ന. മക്കളെ, കൂട്ടി കഴിഞ്ഞിട്ട് കുറയ്ക്കണമെന്ന. ഇനി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇനി കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും മാത്രം ആയിരിക്കണം. അപ്പം ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. 12 2 കൂടെ കൂട്ടി 14, 14ൽ നിന്ന് 2 പോയാൽ 12. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 12 പക്ക. അല്ലേ തന്നെ നിങ്ങൾക്കറിയാം ആഡ് 12 2 14, 14 ഇത് -2 12. അല്ലേ തന്നെ ചില കുഞ്ഞുങ്ങൾ ചിന്തിക്കും +12 -2 +2 -2 കൂടെ എന്തായാലും പോകും, ബാക്കി 12 ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എന്ന് കരുതുന്നു. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 12 പക്ക. അടുത്ത ചോദ്യം, എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? മക്കളെ, എക്സ് ഡിവിഷൻ വൈ, എക്സ് ഇൻറ്റു വൈ, x+y, x⁻⁴. മക്കളെ, നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോളുക.
രണ്ടൊറ്റ സംഖ്യകൾ കൂട്ടുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. രണ്ടൊറ്റ സംഖ്യകൾ കൂട്ടുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. മറ്റേതൊക്കെ എപ്പോഴും ആവുമെന്ന് നിർബന്ധമില്ല. പക്ഷെ രണ്ടൊറ്റ സംഖ്യകൾ കൂട്ടുന്നത് എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഓൾവേസ് ഇരട്ട സംഖ്യയാണ്. നിങ്ങൾക്ക് വേണേ ഡൗട്ട് ഉണ്ടേ നോക്കാം. 3ഉം 5ഉം ആണ് രണ്ടും ഒറ്റ സംഖ്യ. 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 8. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 10 ഇരട്ട സംഖ്യ. നിങ്ങൾക്ക് വേണേ 1ഉം 3ഉം ആക്കാം. 1ഉം 3ഉം ഒറ്റ സംഖ്യ. 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 4 ഒക്കെയാണ്. മുമ്പോട്ട് പോവാം. ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സംഖ്യ വേണമെങ്കിലും ബാക്കി നോക്ക കിട്ടണമെന്ന് നിർബന്ധം നല്ലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടൊറ്റ സംഖ്യകൾ പറയാം. ഈ പറയുന്ന പോലെ ഈ 15 ഒറ്റ സംഖ്യ, 3 ഒറ്റ സംഖ്യ. 15നെ 3 കൊണ്ട് ഹരിച്ചു നോക്ക 5, അതും ഒറ്റ സംഖ്യ, ഇരട്ടയല്ല. വേറെണ്ണം 15, 3 രണ്ടും ഒറ്റ സംഖ്യ. രണ്ടും കൂടെ ഗുണിച്ചു നോക്ക 15ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ 45 ഒറ്റ സംഖ്യ, ഇരട്ടയല്ല. ഇനി നിങ്ങൾക്ക് 15⁻³ ഒന്ന് ചെയ്തു നോക്ക. അതും നിങ്ങൾക്ക് കിട്ടുക 5ൽ അവസാനിക്കുന്ന ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഹരിക്കുമ്പോഴും ഒറ്റ സംഖ്യയാണ്. ഈ പറയുന്ന പോലെ കുറെ കൂട്ടുമ്പോഴും ഒറ്റ സംഖ്യയാണ്. ഇനി പവർ എടുത്താലും ഒറ്റ സംഖ്യയാണ്. പക്ഷെ കൂട്ടുമ്പോൾ എപ്പോഴും ഇരട്ട സംഖ്യയെ വരൂ. അപ്പൊ രണ്ടൊറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ തുക എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. കൂട്ടുമ്പോൾ തുക എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഒക്കെയാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. രണ്ടൊറ്റ സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, രണ്ടൊറ്റ സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. നമുക്ക് രണ്ടൊറ്റ സംഖ്യകൾ എഴുതി നോക്കാം. 1, 5 അവരുടെ വ്യത്യാസം 4 ഇരട്ട സംഖ്യ. 17, 19 അവ രണ്ടും ഒറ്റ സംഖ്യ, അവരുടെ വ്യത്യാസം 2 ഇരട്ട സംഖ്യ. വേറൊരെണ്ണം 99, 75 അവരുടെ വ്യത്യാസം 24 ഇരട്ട സംഖ്യ. അപ്പൊ പൊതുവിൽ നിങ്ങളോട് പറയുകയാണ്, രണ്ടൊറ്റ സംഖ്യകളുടെ തുകയും ഇരട്ട സംഖ്യയാണ്. രണ്ടൊറ്റ സംഖ്യകളുടെ വ്യത്യാസവും ഇരട്ട സംഖ്യയാണ് എപ്പോഴും. ഓക്കെ ആണ്. ഇവിടെ എക്സും വൈയും ഒറ്റ സംഖ്യയാണ് എങ്കിൽ അവരുടെ തുകയും ഇരട്ട സംഖ്യയാണ്, വ്യത്യാസവും ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇവിടെ തുക തന്നു. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. സെറ്റാണ്. അടുത്ത ചോദ്യം, ഒറ്റയാൻ ആരെ എന്നതാണ് ചോദ്യം. പല രീതിയിൽ ഇതിന്റെ ഉത്തരങ്ങൾ പലരും ചിന്തിക്കാം. പക്ഷെ ഏറ്റവും വരാൻ സാധ്യതയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് 36 ഒരുപാട് ഘടകങ്ങളുള്ള സംഖ്യയാണ്, ഒരു ഭാജ്യ സംഖ്യയാണ്. 42 ഘടകങ്ങളുള്ള ഒരു ഭാജ്യ സംഖ്യയാണ്. 6ന്റെ ഘടകമാണ്, 7ന്റെ ഘടകമാണ്, കോമ്പോസിറ്റ് ഭാജ്യ സംഖ്യ. 35 7ന്റെ ഘടകമാണ്, 5ന്റെ ഘടകമാണ്, ഭാജ്യ സംഖ്യയാണ്. പക്ഷെ 47 എന്ന് പറയുന്ന സംഖ്യക്ക് മറ്റു ഘടകങ്ങൾ ഇല്ല. ഇതൊരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. അപ്പോ ഒറ്റയാൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും 47 ആണ്, പ്രൈം നമ്പർ ആയ 47 അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ 4 പേരിൽ നിന്ന് ഒറ്റയാനെ എങ്ങനെ കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ 3 പേർക്ക് പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇല്ലാത്ത 4മത്തവൻ ഇവനായാലും ഭാജ്യസംഖ്യയാണ്. അവർക്കൊക്കെ ഘടകങ്ങളുണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. പക്ഷെ 47ന് ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകമായി വരുള്ളൂ, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ബാക്കി 3 പേരും ഭാജ്യം, ഇത് അഭാജ്യ സംഖ്യ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചിട്ട് പോകണമെന്ന് റിവിഷൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ വന്നത് കണ്ടോ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ കാണാനായിട്ടൊരു ടെക്നിക്കുണ്ട്, 6ന് മുമ്പും ശേഷവും. അത് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള പരീക്ഷകൾ എഴുതുന്നവർ അത് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയുടെ നോട്ട് അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് എടുത്ത് നോക്കണം.
ഇനി സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന വേറൊരു സാധനം ഞാൻ പറയട്ടെ. 36 റൂട്ടുണ്ട്, ബാക്കി ഒന്നിനും റൂട്ടില്ല. 36 ഒരു പൂർണ്ണവർഗം 6ന്റെ സ്ക്വയറാ. ഇത് പൂർണ്ണവർഗമാണ്, മറ്റേതൊന്നും പൂർണ്ണവർഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇങ്ങനെ ചിന്തിച്ചാലും കിട്ടത്തില്ലേ? വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ PSC പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിലൊക്കെയുള്ള ചോദ്യങ്ങളിൽ ആദ്യം ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ പ്രിഫറൻസ് ഉള്ളത് ഈ പറയുന്ന പോലെ പ്രൈം നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ്. വേണമെങ്കിൽ ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ ഫൈനൽ കീയിലൊക്കെ പോകാമായിരിക്കാം, സാധ്യതയുണ്ട്. പക്ഷെ ആൻസർ കൂടുതലും വരാനുള്ള സാധ്യത 47 ബാക്കിയൊക്കെ പ്രൈം നമ്പർ അല്ല, ഇത് മാത്രം പ്രൈം നമ്പർ ആണ്. അപ്പൊ പ്രൈം നമ്പർ ഒന്ന് പഠിച്ചു വെക്കുക, ഓക്കെ ആണ്. 1 ലക്ഷത്തിൽ എത്ര 100 എന്നതാണ് ചോദ്യം. ഒന്നുമില്ല, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 1 എഴുതി 5 0. 1 ലക്ഷത്തിൽ എത്ര 100 കാണാൻ 1 ലക്ഷത്തെ മക്കളെ 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1 ലക്ഷത്തിൽ എത്ര 50 കാണാൻ 1 ലക്ഷത്തെ 50 കൊണ്ട് ഹരിക്കുക. 1 ലക്ഷത്തിൽ എത്ര 50,000 കാണാൻ 1 ലക്ഷത്തെ 50,000 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 1 ലക്ഷത്തിൽ എത്ര 100 എന്നതാണ് ചോദ്യം. 1 ലക്ഷത്തിനെ 100 കൊണ്ട് ഹരിക്കുക. ഇത് പോയി 1000 നമ്മുടെ ഉത്തരമായി വരിക. നമുക്ക് പറയാം 1000 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അങ്ങനെയാണ് നമുക്ക് ഇതേപോലെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. 5 ലക്ഷത്തിൽ എത്ര 200 5 ലക്ഷത്തിൽ എത്ര 200 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 എഴുതി 5 0. അല്ലേ തന്നെ നോക്ക്, 1 10 100 1000 10,000 ലക്ഷം, ഇതാണ് 5 ലക്ഷം. 5 ലക്ഷത്തിൽ എത്ര 200 എന്ന് കാണാൻ മക്കളെ 5 ലക്ഷത്തെ 200 കൊണ്ട് ഭാഗിക്കുക. ഇത് പോയി മക്കളെ 5000/2. 5000/2 എന്ന് പറഞ്ഞാൽ 5000ത്തെ 2 കൊണ്ട് ഭാഗിക്കുക. മക്കളെ 5000ത്തെ 2 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് പറയാം 2500. അപ്പൊ 5 ലക്ഷത്തിൽ എത്ര 200 ചോദിച്ചാൽ 2500 സെറ്റാണ്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 6ഓളം റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തു. അതിലൊക്കെ ഞാൻ എടുത്തു പറയുന്ന ഒരു സാധനമുണ്ട്. ഏജിൻ്റെ പാർട്ട് 2 ട്രിക് ടേണിൽ ഒന്ന് എടുത്തു നോക്കുക. പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, ഏജ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതിൽ പാർട്ട് 2 നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അത് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോവരുതെന്ന്. കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞു ഏജിൻ്റെ പാർട്ട് 2 പഠിക്കണേ എന്ന്. അതിൻ്റെ അകത്തുനിന്ന് വന്ന അതേ മോഡൽ ഒരു ചോദ്യമാണിത്. ഈ അപ്പു അമ്മുവിൻ്റെ ഒക്കെ ചോദ്യം ഒരു പ്രാവശ്യം, അമ്മയുടെ ഒക്കെ ചോദ്യം ഒരു പ്രാവശ്യം നേരത്തെ വന്നിട്ടുമുണ്ട്. ശ്രദ്ധിക്കുക, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പൊ നമ്മൾ ഇത് എഴുതി, ഇത് അപ്പു, ഇത് അപ്പുവിൻ്റെ അമ്മ, ഇത് അപ്പു. ഓക്കെ, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പ്രസന്റിൽ, അതായത് ഇപ്പോ അമ്മയ്ക്ക് 9 മടങ്ങ് വയസ്സുണ്ട്. അപ്പൊ അപ്പുവിൻ്റെ വയസ്സിന്റെ റേഷ്യോ 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സിന്റെ റേഷ്യോ 9 ആണ്. ഓക്കെ ആണ്, പക്ക. ഓക്കെ, കാര്യം അപ്പുവിൻ്റെ വയസ്സിന്റെ 9 മടങ്ങ് അമ്മയ്ക്കുണ്ട്. അപ്പൊ അപ്പു ആ ചെറുത്. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് 1 അമ്മയുടെ വയസ്സ് 9. ശരിക്കും പറഞ്ഞാൽ അപ്പുവിൻ്റെയും അമ്മയുടെയും വയസ്സിന്റെ റേഷ്യോ 9:1 അമ്മയുടെ അപ്പുവിൻ്റെ വയസ്സിന്റെ റേഷ്യോ 9:1. ഇത് മര്യാദയ്ക്ക് വന്ന് മൂക്കെ തൊട്ടാൽ മതി, ഒന്ന് വളച്ചു തൊട്ടുന്നേ ഉള്ളൂ. അപ്പൊ അപ്പുവിൻ്റെ വയസ്സ് 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 9. ഓക്കെ, ഇത് തിരിച്ചു കൊടുക്കരുത്. തിരിച്ചു കൊടുത്താൽ അപ്പു ആയിരിക്കും അമ്മയേക്കാൾ മുമ്പ് ജനിക്കാൻ പോകുന്നത്. ഇനി നമ്മളോട് എന്തോ പറയുന്നത്, 9 വർഷം കഴിയുമ്പോൾ 9 ഇയർ ആഫ്റ്റർ ഇത് 3 മടങ്ങായി മാറും. അപ്പുവിൻ്റെ വയസ്സ് 3 മടങ്ങാവും അമ്മയുടെ വയസ്സ്. അപ്പൊ അപ്പുവിൻ്റെ വയസ്സ് 1, അമ്മയുടെ വയസ്സ് 3. ഓക്കെ. എന്നാലും ഒന്നുകൂടെ പറയും മക്കളെ, ഇത് അപ്പുവിൻ്റെ അമ്മ, ഇത് അപ്പു. ഓക്കെ,
അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാ. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം അത്. ഇപ്പോൾ പ്രസന്റ് അപ്പുവിൻ്റെ പ്രായം 1, അമ്മയുടെ പ്രായം 9 മടങ്ങ്. ഇനി 9 വർഷം കഴിയുമ്പോൾ 9 ഇയർ ആഫ്റ്റർ ഇത് 3 മടങ്ങാവും. അപ്പുവിൻ്റെ പ്രായം 1, അമ്മയുടെ പ്രായം 3. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു അപ്പുവിൻ്റെ പ്രായം എത്ര? മക്കളെ, അപ്പുവിൻ്റെ പ്രായം കാണാൻ കേട്ടോണം, ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ എടുക്കുക. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 1. ഈ റേഷ്യോ എടുക്കരുത്, രണ്ടും 1. എന്നാലും കാര്യം എന്താന്ന് ചോദിച്ചാൽ നീ ഏതാണോ എടുക്കുന്നത് അതേ നിനക്ക് കിട്ടും. ഇപ്പോ അപ്പുവിൻ്റെ റേഷ്യോ 1 ഇൻറ്റു 1 എടുത്ത നിരയിലല്ലാതെ നിനക്ക് ഇതിൻ്റെ അകത്തിൽ ഒരു റേഷ്യോ സെറ്റ് കൂടെ ഉണ്ടാവും, 3, 1. അവരുടെ വ്യത്യാസം എടുക്കുക, 2 ഇൻറ്റു വർഷം എടുക്കുക. ഇപ്പോൾ 9 കൊല്ലം കഴിയുമ്പോൾ ഇതിനിടയിൽ മക്കളെ 9 വർഷമുണ്ട്. ഇത്ര എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണ്. എന്നാലും ഒന്നുകൂടെ പറയും. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സു കാണാൻ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ 1 ഇൻറ്റു ഈ 1 എടുത്ത നിരയിലല്ലാതെ ഒരു റേഷ്യോ സെറ്റ് കൂടെ ഉണ്ട്, 9, 1. ഇതൊരു റേഷ്യോ സെറ്റ്. ഇതല്ലാതെ ഒരു റേഷ്യോ 3, 1. അവരുടെ വ്യത്യാസം മക്കളെ, അവരുടെ വ്യത്യാസം 2 ഇൻറ്റു വർഷം എടുക്കുക. ഇപ്പം മുതൽ 9 വർഷം കഴിയുന്നിടം വരെ ഇതിനിടയിൽ 9 വർഷമുണ്ട്. ഇവിടെ ഒരു ഓക്കെയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലെല്ലാം അടിയിൽ വരാൻ പോകുന്നത് റേഷ്യോയുടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ വ്യത്യാസമായിരിക്കും. അടിയിൽ കേൾക്കും ഭയങ്കര സംഭവം ഒന്നുമില്ല. റേഷ്യോയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 9, 1, 9, 3, 1, 3, 9, 1. അതായത് ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് വ്യത്യാസം എടുക്കുക. 9, 1, 9, 3, 1, 3. ഇവരുടെ വ്യത്യാസം 6. ഓക്കെ ആണ്. ഇനി ഇതാണ് അപ്പുവിൻ്റെ വയസ്സ്. ഇത് വെട്ടിക്കളഞ്ഞാൽ മതി. 2, 6 വെട്ടുമ്പോൾ 1, 2, 2. ഇത് 3. ഇനി 9, 3 കൂടെ ഹരിക്കുമ്പോൾ 1, 3, 3, 3, 9. ഇനി വെട്ടാനായിട്ടൊന്നുമില്ല. അപ്പുവിൻ്റെ വയസ്സ് 3, 3, 3. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിന് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 1. 1 എടുത്ത നിരയിലല്ലാതെ 3, 1 ഉണ്ട്. അവരുടെ വ്യത്യാസം 2. മക്കളെ, വർഷം ഇപ്പം മുതൽ 9 കൊല്ലം കഴിയുന്നിടം വരെ വർഷം 9. അടിയിൽ എപ്പോഴും റേഷ്യോ ക്രോസ് ചെയ്ത വ്യത്യാസം. ഈ റേഷ്യോ ക്രോസ് ചെയ്യുമ്പോൾ 9, ഈ റേഷ്യോ ക്രോസ് ചെയ്യുമ്പോൾ 3. 9, 3 ചെറുതും വലുതൊന്നും നിങ്ങൾ നോക്കണ്ട, വ്യത്യാസം 6. ഇത് വെട്ടുമ്പോൾ 3, 9 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3. മക്കളെ, അപ്പുവിൻ്റെ വയസ്സ് 3 പക്ക. ഇനി നിങ്ങളോട് ചിലപ്പോൾ അപ്പുവിൻ്റെ വയസ്സായിരിക്കത്തില്ല ചോദിക്കുന്നത്, അമ്മയുടെ വയസ്സായിരിക്കും. അങ്ങനെയാണ് അമ്മയുടെ വയസ്സ് നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും അറിയാം അപ്പുവിന് 3 അമ്മയ്ക്ക് 9 മടങ്ങ് 27 എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മെത്തേഡിൽ അപ്പുവിൻ്റെ അമ്മയുടെ വയസ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. മക്കളെ, അപ്പുവിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സു കാണാൻ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ 9. ഇനി 9 എടുത്ത നിരയിലല്ലാതെ എപ്പോഴും ഇതിൻ്റെ അകത്തൊരു റേഷ്യോ സെറ്റ് കാണും. കാര്യം 2 റേഷ്യോയുടെ സെറ്റുണ്ട്. ഈ നിരയിലല്ലാതെ ഒരു റേഷ്യോ സെറ്റ് ഉണ്ട്, 9, 1. 3, 1. അവരുടെ വ്യത്യാസം എടുക്കുക 2. വർഷം എടുക്കുക 9. അപ്പോൾ അപ്പുവിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ അമ്മയുടെ ഇപ്പോഴത്തെ റേഷ്യോ 9. 9 എടുത്ത നിരയിലല്ലാതെ 3, 1 അവരുടെ വ്യത്യാസം 2. വർഷം 9. മക്കളെ, ഇത് 3 കൂടെ ഗുണിക്കുക. അടിയിൽ എപ്പോഴും റേഷ്യോ ക്രോസ് ചെയ്ത വ്യത്യാസം, അടിയിൽ എപ്പോഴും ക്രോസ് ചെയ്ത വ്യത്യാസമായിരിക്കും എന്ന് ഓർക്കുക. 9, 1 ക്രോസ് ചെയ്താൽ 9, 3, 1 ക്രോസ് ചെയ്താൽ 3. അവരുടെ വ്യത്യാസം 6. 2, 6 കൂടെ വെട്ടുമ്പോൾ 1, 2, 2, 3, 2, 6. 9, 3 കൂടെ വെട്ടുമ്പോൾ 3. 9, 3 കൂടെ ഗുണിച്ച് നമ്മുടെ ഉത്തരം 27 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? എടാ പിള്ളേരെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ എക്സ് ഇട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പുവിൻ്റെ വയസ്സ് എക്സ്, അമ്മയുടെ വയസ്സ് 9x. ഇനി 9 കൊല്ലം കഴിയുമ്പോൾ അപ്പുവിന് x + 9, അമ്മയ്ക്ക് 9x + 9.
അവരുടെ റേഷ്യോ എടുക്കുമ്പോൾ 3:1 എന്നൊക്കെ വേണേ ചെയ്യാം. അതിനകത്തൊന്ന് എക്സ് ഒക്കെ കണ്ടുപിടിക്കാം. കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന രീതിയാണ് എളുപ്പം. ആദ്യമായിട്ട് ഈ മെത്തേഡ് കാണുന്നവർക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഏജിന്റെ പാർട്ട് 2 കാണുക. അതിൽ 3 മോഡൽ ചോദ്യമുണ്ട്. അത് പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഇതേപോലെ വേറൊരു വേർഷൻ ചോദ്യമാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം, നിങ്ങളും എൻ്റെ ഒപ്പം വായിക്കും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ചോദ്യം ഇവിടെ ചെയ്യും. ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. 3 മടങ്ങാണ് എങ്കിൽ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മക്കളെ, മുമ്പത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്തിൽ കഴിയുമ്പോൾ എന്നാ പറയുന്നത്, 9 കൊല്ലം കഴിയുമ്പോൾ. ഇവിടെ 5 കൊല്ലം മുമ്പേ കഴിയുമ്പോഴെന്നാണ്, ഇത് മുമ്പെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്തിൽ പ്രസന്റ് റേഷ്യോയുണ്ട്, ആഫ്റ്റർ റേഷ്യോയുണ്ട്. ഈ ചോദ്യത്തിൻ്റെ അകത്തിൽ പ്രസന്റ് റേഷ്യോയുണ്ട്, മുമ്പത്തെ റേഷ്യോയുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടു പേടിക്കണ്ട. മുമ്പായാലും ശേഷമായാലും നമ്മുടെ മെത്തേഡ് ഒന്ന് തന്നെ. മുമ്പായാലും ശേഷമായാലും നമ്മുടെ മെത്തേഡ് മോനെ പക്ക ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ എഴുതുക, ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പം നമ്മൾ എഴുതി മകൻ 1 അച്ഛൻ 3. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അങ്ങ് എഴുതാം. നോക്ക്, ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാ. മകൻ 1 അച്ഛൻ 3. ഇനി 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. മകൻ 1 അച്ഛൻ മക്കളെ 4. ഇനി നിങ്ങളോട് അച്ഛൻ്റെ വയസ്സാണ് ചോദിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സിന് അച്ഛൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ മക്കളെ 3. ഇനി നോക്ക, ഈ 3 എടുത്ത നിര ഇതാണ്. ഈ നിരയിൽ അല്ലാതെ ഒരു റേഷ്യോ സെറ്റ് കൂടെ ഉണ്ടാവും. കാര്യം 2 റേഷ്യോ സെറ്റ് ഉണ്ട് ഇതിനകത്ത്. 3 1 ഈ നിരയിൽ അല്ലാതെ 4 1 അവരുടെ വ്യത്യാസം എടുക്കുക. വ്യത്യാസം മക്കളെ 3. ദെൻ വർഷം. ഇപ്പോ 5 കൊല്ലം മുമ്പ്. ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം 5 വർഷമുണ്ട്. നെഗറ്റീവ് ഒന്നും എടുക്കരുത്. കാര്യം വയസ്സിൻ്റെ അകത്ത് നെഗറ്റീവ് ഇല്ല. അച്ഛൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് 45 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓടിച്ചിട്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ അച്ഛൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 3. 3 എടുത്ത നിരയിലല്ലാതെ 4 1 അവരുടെ വ്യത്യാസം 3. വർഷം ഇപ്പം മുതൽ 5 കൊല്ലം മുമ്പ് വരെ വർഷം 5. മക്കളെ, ഇത് 3 ഗുണിക്കുക. നിങ്ങൾക്കളോട് ഞാൻ പറഞ്ഞു, അടിയിൽ എപ്പോഴും റേഷ്യോടെ ക്രോസ് ചെയ്ത വ്യത്യാസം 3 1 മക്കളെ 3, 4 1 മക്കളെ 4. ക്രോസ് ചെയ്ത് ഗുണിച്ച വ്യത്യാസം 3 4 തമ്മിലുള്ള വ്യത്യാസം. നെഗറ്റീവ് ഒന്നും വേണ്ട, 1. ഇത് വെട്ടാൻ പോലും ഒന്നുമില്ല. 3 3 9 9 5 അച്ഛൻ്റെ വയസ്സ് എൻ്റെ പൊന്നു പിള്ളാരെ 45. ഇനി ഇതേ സ്ഥാനത്ത് മോൻ്റെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ 3 എടുത്താൽ മതി. എന്നാൽ 45ന്റെ 3 15 എടുത്താൽ മതി. എന്നാലും ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യും? മോൻ്റെ ഇപ്പോഴത്തെ വയസ്സിന് മോൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 4. മക്കളെ 4 എടുത്ത നേരെ മോൻ്റെ ഇപ്പോഴത്തെ വയസ്സിന് മോൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ മക്കളെ 1. ഇനി 1 എടുത്ത നിരയിലല്ലാതെ 4 1 അവരുടെ വ്യത്യാസം 3. വർഷം 5. മോൻ്റെ ഇപ്പോഴത്തെ വയസ്സിന് മോൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 1 എടുത്ത നിരയിലല്ലാതെ 4 1 വ്യത്യാസം 3. വർഷം 5. ഇത് 3 ഗുണിക്കുക. റേഷ്യോടെ ക്രോസ് ചെയ്ത വ്യത്യാസം കൊടുക്കുക. 3 3 3 4 3 4 വ്യത്യാസം 1. വെട്ടാനായിട്ടൊന്നുമില്ല. 15 3 5 15 പക്ക. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ഏജിന്റെ പാർട്ട് 2 കണ്ടിട്ടില്ലെങ്കിൽ കാണുക. 100% പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 15-മതുമാണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യം. ഇത് 2 രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചെയ്ത. രാമൻ ഒരു ക്യൂവിൽ
മുന്നിൽ നിന്ന് 9-ാമതാണ്. മക്കളെ, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 8 പേര് കഴിഞ്ഞ് 9-ാമത്തെ ആള് രാമൻ. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 8 പേര് കഴിഞ്ഞ് 9-ാമത്തെ ആള്. 9 പേര് കഴിഞ്ഞെന്ന് എഴുതരുത്, അപ്പൊ രാമൻ 10-ാമതായി പോകും. സ്ഥാനം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി പിന്നിൽ നിന്ന് 15-ാമത്തെ ആളാണ് രാമൻ. പിന്നീന്ന് നോക്കുമ്പോൾ 14 പേര് കഴിഞ്ഞ് 15-ാമത്തെ ആളാണ് രാമൻ. മുന്നീന്ന് 9-ാമത്തെ ആള് രാമൻ. 8 പേര് കഴിഞ്ഞ് 9-ാമത്തെ ആള് രാമൻ. പിന്നീന്ന് 14 പേര് കഴിഞ്ഞ് 15-ാമത്തെ ആള് രാമൻ. ഇനി നിങ്ങൾ പറ, ഈ ക്യൂവിൽ എത്ര പേരുണ്ട്? ആദ്യം ഒരു 8 പേര്, രാമൻ 9, പിന്നെ ഒരു 14 പേര്, 23. ഒന്നൂടെ, ആദ്യം ഒരു 8 പേര്, രാമൻ ഒരു 9, പിന്നെ ഒരു 14 പേര്, അങ്ങനെ മൊത്തം 23. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഇത് വരച്ച് ചെയ്യുന്നവരോട് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. മിക്കവാറും ആളുകള് വരച്ചിട്ടെണ്ണുമ്പോൾ രാമനെ എണ്ണാൻ മറന്നുപോകും. 22 കിട്ടും. അതായത് 8, 14, 8ഉം 14 22. രാമനെ എണ്ണാൻ അങ്ങ് മറന്നുപോകും. ഇങ്ങനെ മറക്കുമെന്ന് ക്വസ്റ്റ്യൻ ഇടുന്നവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ 22 എവിടെയെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഓപ്ഷൻ്റെ അകത്ത്. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ആൻസർ കീ നോക്കുമ്പോൾ എൻ്റെ രാമനെ കണ്ടോന്ന് നോക്കി നടക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വരച്ച് ചെയ്യുമ്പോൾ എണ്ണുമ്പോൾ നിർബന്ധമായും ആദ്യം 8, രാമൻ 9, പിന്നെ ഒരു 14, 23 പക്ക. ഇനി ഇതല്ലാതെ ചെയ്യുന്ന ഒരു മെത്തേഡൂടെ ഞാൻ പറഞ്ഞു. ഇവിടെ രാമൻ എന്ന് പറയുന്ന ആള് മുന്നിൽ നിന്ന് 9-ാമതാണ്, പിന്നിൽ നിന്ന് 15-ാമതാണ്. മക്കളെ, രാമന്റെ ഇരു സൈഡിൽ നിന്നുള്ള സ്ഥാനമുണ്ട്. മുന്നീന്നുമുണ്ട്, പിന്നീന്നുമുണ്ട്. മക്കളെ, ഒരാളുടെ ഇരു സൈഡിൽ നിന്നുള്ള സ്ഥാനമുണ്ടെങ്കിൽ അത് ഇടതൂന്നും വലതൂന്നുമാവാം, മുന്നീന്നും പിന്നീന്നുമാവാം, മുകളിൽ നിന്നും താഴേന്നുമാവാം. ഒരാളുടെ ഇരു സൈഡിൽ നിന്നുള്ള സ്ഥാനമുണ്ടെങ്കിൽ മുഴുവൻ എത്ര പേരുണ്ടെന്ന് കാണാൻ 2 സ്ഥാനൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. ഇവിടെ 9ഉം 15ഉം 2 സ്ഥാനം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 24. അതിൽ നിന്ന് 1 കുറയ്ക്കുക, 23. അതെന്തുകൊണ്ടാണ് 1 കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, മുന്നീന്ന് 9 പേരെ എടുത്തപ്പോഴും അതിൽ രാമനുണ്ട്, പിന്നീന്ന് 15 എന്ന് പറയുമ്പോഴും അതിലും രാമനുണ്ട്. അവിടുന്ന് എടുത്തു നോക്കിയാലും ഇവിടുന്ന് എടുത്തു നോക്കിയാലും സ്ഥാനത്തിൽ രാമൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 കുറയ്ക്കുക. 2 സ്ഥാനൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. 9ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ 24, 1 കുറയ്ക്കുമ്പോൾ 23. വേറെണ്ണം കൂടെ, എക്സ് ഒരു നിരയിൽ ഇടത് നിന്ന് 100-ാമതാണ്, വലത് നിന്ന് 50-ാമതാണ്. ആ നിരയിൽ മുഴുവൻ എത്ര പേരുണ്ട്? എക്സിന്റെ ഇടതുകൊണ്ട് വലതുകൊണ്ട് മുഴുവൻ എത്ര പേരുണ്ടെന്ന് കാണാൻ 2 കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. 100ഉം 50 കൂട്ടി 150. 150-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 149. വേറൊരെണ്ണം, രാമു ഒരു നിരയിൽ മുകളിൽ നിന്ന് 17-ാമതാണ്, താഴെ നിന്ന് 35-ാമതാണ്. ആ നിരയിൽ മുഴുവൻ എത്ര പേര്? രാമുവിന്റെ മുകളിൽ നിന്നുമുണ്ട്, താഴെ നിന്നുമുണ്ട്. ഒരാളുടെ ഇരു സൈഡിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ട് മുഴുവൻ എത്ര പേരുണ്ടെന്ന് കാണാൻ 2 സ്ഥാനൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. 17 35 കൂടെ കൂട്ടുമ്പോൾ 52. 52ന്റെ പകുതി, 52-ൽ നിന്ന് 1 കുറച്ച് 51. 2 സ്ഥാനൂടെ കൂട്ടുക, 1 കുറയ്ക്കുക, പക്ക. അടുത്തത് കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ LGSന് തന്നിരിക്കുന്ന സിലബസിൽ കലണ്ടർ ഇല്ല, പക്ഷെ കലണ്ടറിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കലണ്ടറിന്റെ ഭാഗത്ത് ഏറ്റവും റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു ചോദ്യമാണിത്. ഇനിയും LGS എക്സാം എഴുതാൻ പോകുന്നവർ ഈ ചോദ്യം നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവാം. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. മക്കളെ, ഒരു വർഷം തന്നിട്ട് ആ വർഷത്തിൻ്റെ സമാനമായ, അതായത് അതേപോലെ തന്നെ കലണ്ടർ വരുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ പറയുന്നു, ഒരു വർഷം തന്നു, അതേപോലെ തന്നെ കലണ്ടർ. ഇപ്പം ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ജനുവരി 1 തിങ്കൾ ചൊവ്വ, അങ്ങനെ അതേപോലെ തന്നെ കലണ്ടർ വരുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 99% ചോദ്യങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളുണ്ട്, പഠിച്ചു വെക്കുക. മക്കളെ, ഇവിടെ
2024 കലണ്ടർ ആവർത്തിക്കുന്ന വർഷമാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ 2024 കണ്ണും പൂട്ടി 4 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും 4ആണോ? അതെ, 4 കൊല്ലത്തിൽ ഒരിക്കലാണല്ലോ പൊതുവിൽ റിലീഫ് ഇയർ വരിക. അതുകൊണ്ട് എപ്പോഴും 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിച്ചിട്ട് ഇതിൻ്റെ ആൻസർ അല്ല നമുക്ക് വേണ്ടിയത്, ശിഷ്ടമാണ്. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 5 20 ശിഷ്ടമില്ല. 2 താത്തിറക്കി. 2 4നേക്കാളും ചെറുതായതുകൊണ്ട് മേളിലൊരു 0 ഇട്ടു. 4 കൂടെ താത്തിറക്കി. മിക്കവാറും ആളുകൾ മേളിൽ 0 ഇടാൻ മറന്നു പോകും. നിങ്ങൾ മറക്കരുത്. 2 താത്തിറക്കി. 2നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് മേളിലൊരു 0 ഇട്ട് 4 താത്തിറക്കി. 4 6 24 ശിഷ്ടം 0. മക്കളെ, ഈ ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം 0 കിട്ടുക. ഇനി നിങ്ങൾ പറ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ശിഷ്ടം വരാം? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ശിഷ്ടം 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. ഇത്ര ശിഷ്ടമല്ലാതെ വേറെ ഒരു ശിഷ്ടവും ഇതിനകത്ത് വരത്തില്ല. ഒന്നുകിൽ ശിഷ്ടം 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4ഓ അതിന് മുകളിലോട്ടോ ശിഷ്ടം വരത്തില്ല, ഉറപ്പാണ്. 4 എത്ര ഉണ്ടെന്ന് ചോദിച്ചാലാണ് നമ്മുടെ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ശിഷ്ടം 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. മക്കളെ, ശിഷ്ടം 0 ആയാൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ട്. മക്കളെ, ശിഷ്ടം 1 ആയാൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 കൂട്ട്. ശിഷ്ടം മക്കളെ 2ഓ 3ഓ ആയാൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 11 കൂട്ടുക. ഒന്നുകൂടെ പറയുന്നു, ശിഷ്ടം 0 ആയാൽ 28 കൂട്ടുക. ശിഷ്ടം 1 ആയാൽ 6 കൂട്ടുക. ശിഷ്ടം 2ഓ 3ഓ ആയാൽ 11 കൂട്ടുക. ഒന്നുകൂടെ പറയുന്നു, ശിഷ്ടം 0 ആയാൽ 28 കൂട്ടുക. 1 ആയാൽ 6 കൂട്ടുക. ഇനി ശിഷ്ടം 2ഓ 3ഓ ആയാൽ 11 കൂട്ടുക. ഇവിടെ മക്കളെ നമുക്ക് കിട്ടിയ ശിഷ്ടം 28 സോറി, ശിഷ്ടം 0 അപ്പൊ തന്നിരിക്കുന്ന 2024 കൂടെ 28 കൂട്ടണം. 2024 കൂടെ 28 കൂട്ടുമ്പോൾ 34, 44, 54, പിന്നെ ഒരു 2 പുറകിൽ 2052 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സെറ്റാണ്. അപ്പോൾ കലണ്ടർ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ കലണ്ടർ വരുന്ന തൊട്ടടുത്ത വർഷം കാണാൻ നിങ്ങൾ ആ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ 2024 4 കൊണ്ട് ഹരിച്ചു, അതിൻ്റെ ശിഷ്ടം എടുത്തു. ശിഷ്ടം 0. ശിഷ്ടം 0 28, 1 6, 2ഓ 3ഓ 11. ഇവിടെ 0 28 കൂട്ടി നമ്മുടെ ഉത്തരം 2052 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് നമുക്ക് ഒരു 2-3 ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ എന്ത് പറയുന്നു? ഓക്കെ ആണോ? 2013 കലണ്ടർ ആവർത്തിച്ച തൊട്ടടുത്ത വർഷം ഏതാണ്? അതുപോലെ തന്നെ 1986 കലണ്ടർ ആവർത്തിച്ച തൊട്ടടുത്ത വർഷം ഏതാണ്? നോക്കാം. 2013 നമ്മൾ 4 കൊണ്ട് ഭാഗിക്കുക. 4 5 20 ശിഷ്ടമില്ല. 1 താത്തിറക്കി. 1നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1 4ലും ചെറുതായത് കൊണ്ട് മേളിൽ 0 ഇട്ട് 3 കൂടെ താത്തിറക്കി. 3 12 ശിഷ്ടം 1. മക്കളെ, ശിഷ്ടം 1 വന്നു. 0 28, 1 6. 6 കൂട്ടുക. 2013 കൂടെ 6 കൂട്ടി നമുക്ക് പറയാം 2019. ഇനി അടുത്തത് 1986 4 കൊണ്ട് ഹരിക്കുക. 4 16, പിന്നെ 3 8, 4 9, 36, ബാക്കി 2 6, 4 6, 20 എത്രയാ? 4 6 24. ആലോചിച്ചു നോക്ക്. 4 6 24. ശിഷ്ടം മക്കളെ 2. ശിഷ്ടം 2 വന്നു. 0 28 കൂട്ടണം.
1 6 കൂട്ടണം, 2 3 ആണ് 11 കൂട്ടണം. ഇവിടെ നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിഷ്ടൻ 2 ആണ്. അപ്പോൾ 1986 കൂടെ മക്കളെ 11 കൂട്ടുക. 1986 കൂടെ 11 കൂട്ടി നമ്മുടെ ഉത്തരം 1997 ആണ് എന്ന് നമുക്ക് പറയാം. ശിഷ്ടം 0 ആണെങ്കിൽ 28, 1 ആണ് 6, 2 3 ആണ് 11. ഇവിടെ 2 വന്നു, 11 കൂട്ടി 1997 മുമ്പോട്ട് വാ. ചോദ്യം ഇങ്ങനെയാണ്, √(x/221 = 2) ആയാൽ എക്സിന്റെ വില എന്ത് എന്നതാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഒന്നുകൂടെ പറയുന്നു, റൂട്ടിൻ്റെ അകത്ത് എക്സ് ഡിവൈഡഡ് ബൈ 221 = 2. അങ്ങനെയാണ് എക്സിന്റെ വില. മക്കളെ, ഇത്തരം ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എക്സ് കാണണമെങ്കിൽ ഈ റൂട്ട് അങ്ങ് പോകണം, അല്ല ഇത് ചെയ്യാൻ നല്ല ടൈറ്റ്. അപ്പൊ ഈ റൂട്ട് കളയാനായിട്ട് നമ്മൾ 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, റൂട്ട് കളയാനായിട്ട് 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പൊ ഈ സൈഡിൽ സ്ക്വയർ ചെയ്ത റൂട്ട് പോകും. കാര്യം √(x)ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. √m-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ m ആണ്. അതായത് സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകുമെന്ന കാര്യം 2 പ്രാവശ്യം ആകുമ്പോൾ റൂട്ട് പോവല്ലോ. അപ്പൊ ഇവനെ സ്ക്വയർ ചെയ്യുമ്പോൾ, ഇത് മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. റൂട്ട് കളഞ്ഞ് ബാക്കി ഈ സാധനം x/221 ആവും. ഇനി =2 എന്ന് പല പിള്ളേരും എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ചോദ്യത്തിൽ എവിടെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തിയാൽ അത് എല്ലായിടത്തും നടത്തിക്കോണം. അതായത് ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്താൽ ഇവിടെയും സ്ക്വയർ ചെയ്യണം. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഇവിടെ സ്ക്വയർ അവിടെ ഇല്ല, ഇവിടെ റൂട്ട് അവിടെ ഇല്ല, അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് ഈ റൂട്ട് കളയാനായിട്ട് നമ്മൾ സ്ക്വയർ ചെയ്തു, അപ്പൊ അവിടെയും ചെയ്യണം. കാര്യം ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ട്, ഒരാൾക്ക് മാത്രം മിഠായി വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പറ്റൂല. മിഠായി ഇവനും കൊടുക്കണം, അവനും കൊടുക്കണം. അതേപോലെ സ്ക്വയർ ചെയ്താൽ ഇവനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ നീ പറയാ അവന്റെ മിഠായി ഉണ്ട്, ഞാനിത് കൊടുക്കുന്നില്ല. അങ്ങനല്ല, അവനെ സ്ക്വയർ ചെയ്യണം. 2ന്റെ സ്ക്വയർ 4. അപ്പൊ നമുക്ക് മനസ്സിലായി x/221 = 4. ഇത് ക്രോസ് ചെയ്ത് നോക്കിക്കേ. ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇവന്റെ അടിയിൽ ആരുമില്ല. അപ്പൊ x = കാര്യം ഇതിന്റെ അടിയിൽ 1 × x, x = 221 × 4. 200 × 4 800, 20 × 4 80, 1 × 4 4. അങ്ങനെ 884 എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷനാണ്. 844 ഒക്കെ ഉണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് തോന്നും. അപ്പൊ ഒന്നുകൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞേ, √(x/221). അപ്പൊ നമ്മൾ ആ റൂട്ട് കളയാനായിട്ട് സ്ക്വയർ ചെയ്യുക. റൂട്ടിൽ ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് പോയി, x/221 = ഇവിടെ സ്ക്വയർ ചെയ്താൽ ഇവിടെയും ചെയ്യണം, 2ന്റെ സ്ക്വയർ 4. അപ്പൊ x = ഇത് രണ്ടൂടെ, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് x തന്നെ, 221 × 4 884 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത് 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിൽ ഓരോ സംഖ്യയോടും കൂടി 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ ശരാശരി എത്ര? മക്കളെ, 10 സംഖ്യകളുടെ ശരാശരി നമ്മളോട് പറയുന്നു 23. എല്ലാ സംഖ്യയുടെയും കൂടെ 4 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? ഇത് ശരിക്കും ചെയ്യുന്ന രീതി, 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. 10 സംഖ്യകളുടെ തുക 10 × 23 230. ഇനി ഓരോ സംഖ്യയുടെയും കൂടെ 4 കൂടുകയാണ്. 10 സംഖ്യയ്ക്ക് 4 കൂടും, അങ്ങനെ 40 കൂടും. 230 40 270 ആവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. തുക 270 ആവും, എണ്ണം 10 തന്നെയാണ്. അങ്ങനെ തുക ഡിവൈഡ് ബൈ എണ്ണം ചെയ്ത് 27ലേക്ക് വരും. നമ്മൾ അതിലോട്ടൊന്നും പോവാതെ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ കൂടിയാൽ ശരാശരിയുടെ കൂടെയും അത് കൂടും. ഇവിടെ 10 സംഖ്യയുടെയും കൂടെ 4 കൂടി. അപ്പൊ പുതിയ ശരാശരി കാണാൻ ശരാശരിയുടെ കൂടെയും 4 കൂട്ടിയാൽ മതി.
23 + 4 27. ഒന്നുകൂടെ പറയുന്നു, എല്ലാ സംഖ്യയുടെയും കൂടെ ഒരേപോലെ കൂടിയാൽ ശരാശരിയുടെ കൂടെയും അത് കൂടും. അങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ തുല്യമായി പകുക്കുക എന്നാണ്. 10 സംഖ്യകളുടെ ശരാശരി 23 എന്ന് പറഞ്ഞാൽ 10 സംഖ്യയ്ക്ക് മൊത്തം എത്ര ഉണ്ടോ അതെല്ലാവർക്കും പകുത്തപ്പോൾ 23 വെച്ച് കിട്ടി. ഇനി എല്ലാവർക്കും 4 വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 4 വെച്ച് വീണ്ടും 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 പകുത്തു. അപ്പൊ 23 കൊണ്ട് പിന്നെ ഒരു 4 കൂടെ ചേർത്ത് 27 എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയുന്നു, എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ കൂടിയാൽ ശരാശരിയുടെ കൂടെയും അത് കൂടും. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ കുറഞ്ഞാൽ ശരാശരിയുടെ കൂടെയും അത് കുറയും. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ ഗുണിച്ചാൽ ശരാശരിയുടെ കൂടെയും അത് ഗുണിക്കും. അപ്പൊ ഇവിടെ എല്ലായിടത്തും 4 കൂടി. അപ്പൊ ശരാശരിയുടെ കൂടെയും 4 കൂടി. 23 + 4 27. സ്വാഭാവികമായും കുറച്ചു പേര് ചിന്തിക്കും, ഈ 10 എന്തിനാടാ തന്നേക്കുന്നത്? 10 വെറുതെ തന്നാ, നിങ്ങൾക്ക് വേണേൽ ചുമ്മാ ചെയ്ത് നോക്ക്, അപ്പോഴൊക്കെ 10 ആവശ്യം വരും. ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ ഈസിയാണ്. ഓക്കെ, ഇനി ഞാനൊരു 3 ചോദ്യം കൂടെ പെട്ടെന്ന് എഴുതാം. 20 സംഖ്യകളുടെ ശരാശരി 18. ഓരോ സംഖ്യയുടെയും കൂടെ 4 കുറച്ചാൽ പുതിയ ശരാശരി എത്ര? 30 സംഖ്യകളുടെ ശരാശരി 52. ഓരോ സംഖ്യയുടെയും കൂടെ 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? ഇനി 11 സംഖ്യകളുടെ ശരാശരി 22. ഓരോ സംഖ്യയുടെയും കൂടെ 4 ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര? നമ്മൾ പഠിച്ചു, എല്ലായിടത്തും ഒരുപോലെ കൂടിയാൽ ശരാശരിയുടെ കൂടെയും അത് കൂടും. എല്ലായിടത്തും ഒരുപോലെ കൂടണം കേട്ടോ. മുമ്പേ പറഞ്ഞ പോലെ ചിലയിടത്ത് കൂടി ചിലയിടത്തില്ല, അങ്ങനല്ല. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ കൂടിയാൽ ശരാശരിയുടെ കൂടെയും അത് കൂടും. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ കുറഞ്ഞാൽ ശരാശരിയുടെ കൂടെയും അത് കുറയും. എല്ലാ സംഖ്യയുടെയും കൂടെ ഒരുപോലെ ഗുണിച്ചാൽ ശരാശരിയുടെ കൂടെയും അത് ഗുണിക്കും. ഇവിടെ എല്ലാ സംഖ്യയുടെയും കൂടെ 4 കുറച്ചു. അപ്പൊ 22 സംഖ്യകളുടെ ശരാശരി 18 ആണ്. എല്ലാ സംഖ്യയുടെയും കൂടെ 4 കുറഞ്ഞാൽ ശരാശരിയുടെ കൂടെയും 4 കുറയും. 18-ൽ നിന്ന് 4 കുറഞ്ഞ് 14 പക്ക. ഇനി അടുത്ത ചോദ്യം, 30 സംഖ്യകളുടെ ശരാശരി 52. എല്ലാ സംഖ്യയുടെയും കൂടെ 5 കൂടിയാൽ ശരാശരിയുടെ കൂടെയും 5 കൂടും. ശരാശരി 52 ആണ്. അതിൻ്റെ കൂടെ 5 കൂടി 57. ഇനി 11 സംഖ്യകളുടെ ശരാശരി 22. എല്ലാ സംഖ്യയുടെയും കൂടെ 4 ഗുണിച്ചാൽ ശരാശരിയുടെ കൂടെയും അത് ഗുണിക്കണം. ശരാശരി 22 ആണ്. എല്ലാത്തിൻ്റെയും കൂടെ 4 ഗുണിച്ചാൽ ശരാശരിയുടെ കൂടെയും ഗുണിക്കണം മക്കളെ. 22 × 4 20 × 4 80. 4 2 8. അങ്ങനെ നമുക്ക് പറയാം 88. ഓക്കെ ആണ്. അടുത്ത ചോദ്യം ഇതാ. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം പറയുന്നു, ഒരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. ഇതും നമ്മൾ ലാസ്റ്റ് ചെയ്ത റിവിഷൻ ക്ലാസിന്റെ ഭാഗമായിരുന്നു. ഈ മോഡൽ ചോദ്യം തന്നെ വിറ്റ വില തന്നു വാങ്ങിയ വില തരുന്നൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കച്ചവടത്തിലും വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ഇനി 15% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് 115%. കാര്യം ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടി, 15% ലാഭമായിട്ടും കിട്ടി 115. 15% നഷ്ടമായിരുന്നെങ്കിൽ 15 പോയിട്ട് 85% എന്ന് എഴുതേണ്ടി വന്നേനെ. കാര്യം 100 കിട്ടിയില്ല. 10% ലാഭമാണ് വിറ്റത് 110. 10% നഷ്ടമാണ് വിറ്റത് 90. 20% നഷ്ടമാണ് വിറ്റത് 80. 20% ലാഭമാണ് വിറ്റത് 120. ഒന്നൂടെ മക്കളെ, വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ഇവിടെ 15% ലാഭത്തിൽ വിറ്റാൽ വിറ്റതെന്ന് പറഞ്ഞാൽ 115%. വാങ്ങിയത് 100%, വിറ്റത് 115%. ഇതിലേതേലും നമുക്ക് തരും. വിറ്റത് നമ്മളോട് പറയുന്നു 9200. അപ്പൊ വിറ്റത് നമുക്കറിയാം 115%. മക്കളെ, 115% 9200. വാങ്ങിയ 100% എത്രാടാവുകയെ എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 115% 9200 ആണ്. 100% എത്ര? എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി.
ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു സാധനമാണ്, രണ്ടെണ്ണമുള്ളത് ഗുണിക്കണം, ഒരെണ്ണമുള്ളത് ഹരിക്കണം. ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടിടത്തും ആള് കാണും, ഒരിടത്തും കാണും. രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക. 100 ഇൻറ്റു 9200 ഗുണിച്ചു. ഒരെണ്ണമുള്ള 115 മക്കളെ ഹരിച്ചു. ഓക്കെ ആണോ? ഇനി 100ഉം 115ഉം നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. 100ഉം 115 കൂടെ ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് 5 കൊണ്ട് വെട്ടിയാൽ 20 ആവും, ഇത് 5 കൊണ്ട് വെട്ടിയാൽ 23 ആവും. കാര്യം 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20ഉം 115നെ 5 കൊണ്ട് ഹരിച്ചാൽ 23. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 23 ഗുണം 4 92. അപ്പൊ 92-ൻ 2 0 എന്ന് പറയുമ്പോൾ ഈ സാധനം 400 എന്ന് വരും. ഞാൻ എങ്ങനെ അത് പെട്ടെന്ന് എടുത്തെന്ന് ചോദിച്ചാൽ 23ന്റെ ഇരട്ടി 46, 46ന്റെ ഇരട്ടി 92. അപ്പൊ 23 4 പ്രാവശ്യം വരുമ്പോൾ ഈ സാധനം 92 ആവും. 23, 46, 69, 79, 89, 92. അപ്പൊ 400 ഗുണം 20 നമ്മുടെ ഉത്തരം 8000 എന്ന് പറയാം. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. വാങ്ങിയ വില 100%, വിറ്റത് 15% ലാഭമായതുകൊണ്ട് 115%. വിറ്റത് നമ്മളോട് പറയുന്നു 9200, വാങ്ങിയ 100 എത്ര? ക്രോസ് ചെയ്ത് ഇവിടെ 2 പേര്. 100 ഇൻറ്റു 9200 ഡിവൈഡഡ് ബൈ ഒരാളുള്ള 115 താഴെ. 100ഉം 115 കൂടെ വെട്ടിയ മോളിൽ 20, താഴെ 23. 23 ഗുണം 4 92, 400 ആവും. 400 ഗുണം 20 8000 ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇതേപോലെ നമുക്കൊരു ചോദ്യം കൂടെ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. വേഗം. ഒരു വസ്തു 3200 രൂപയ്ക്ക് വിറ്റപ്പോ വ്യാപാരിക്ക് 20% നഷ്ടമുണ്ടായി എങ്കിൽ ആ വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? ഒന്നുകൂടെ പറയുന്നു. ഒരു വസ്തു 3200 രൂപയ്ക്ക് വിറ്റപ്പോ വ്യാപാരിക്ക് 20% നഷ്ടമുണ്ടായി എങ്കിൽ ആ വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? മക്കളെ, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. ഇവിടെ 20% നഷ്ടമായതുകൊണ്ട് വിറ്റതെന്ന് പറഞ്ഞാൽ 80%. വാങ്ങിയത് 100%, വിറ്റത് 80%. വാങ്ങിയത് തന്നാൽ 100%-ന് നേരെ എഴുതും, വിറ്റത് തന്നാൽ 80%-ന് നേരെ എഴുതും. ഇവിടെ വിറ്റത് തന്നു 3200, അപ്പൊ 80% 3200. വാങ്ങിയ 100% എത്ര? ക്രോസ് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 1. രണ്ടെണ്ണമുള്ളത് മേളിൽ. 100 ഇൻറ്റു 3200 മേളിൽ, ഒരെണ്ണമുള്ള 80 താഴെ. ഈ 0 ഈ 0 ഇവിടെ പോയി. 320നെ 8 കൊണ്ട് ഹരിച്ചാൽ 4 32 40 ആവും. 40 ഗുണം 100 നമുക്ക് പറയാം 4000. ഒക്കെയാണ്. മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? നമ്മൾ ചെയ്ത മോഡൽ തന്നെ. അതായത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് നോക്കിക്കോണം 60 പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ യാത്രയുടെ ശരാശരി വേഗത വേണം. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അവരുടെ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. എൽസിയം എടുത്ത് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടോടെ നമ്മൾ പഠിച്ചു. അത് പക്ഷേ ഡീറ്റെയിൽ ആയി ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ പോയി കണ്ടു നോക്കാം, നിർബന്ധമില്ല. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്ലേലിസ്റ്റിലെ ആദ്യത്തെ ക്ലാസ്സിൽ കിടപ്പുണ്ട് ശരാശരി വേഗത കാണാനുള്ള പല മെത്തേഡ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഒരേ ദൂരം കണ്ടോ, എ തൊട്ട് ബി വരെ 60, ബി തൊട്ട് എ വരെ 40. പോയ ദൂരം ഒന്ന് തന്നെയാ. ഒന്ന് എ തൊട്ട് ബി വരെ പോയി, പിന്നെ ബി തൊട്ട് എ വരെ പോയി. മക്കളെ, ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ വേഗത, y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേഗത. അപ്പൊ 2 ഗുണം 40 ഗുണം
60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 100. കാര്യം എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്, വൈ എന്ന് പറഞ്ഞാൽ 2. ഇതും പോയി 2 4 8 8 6 48. നമ്മുടെ ഉത്തരം ആ യാത്രയുടെ ശരാശരി വേഗത 48 km/h ആണ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു, ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ഇവിടെ പോകുന്നത് ഒരേ ദൂരം തന്നെയാണ്. എ തൊട്ട് ബി വരെ 60 ബി തൊട്ട് എ വരെ 40. ഒരേ ദൂരം 2 വ്യത്യസ്ത, ഒന്ന് 40 ഒന്ന് 60. അങ്ങനെയാണ് അവിടുത്തെ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. 2 × 40 × 60. എക്സും വൈയും സ്പീഡുകളാ. പ്ലസ് ഡിവൈഡഡ് ബൈ 40 60 കൂട്ടി 100 x പ്ലസ് വൈ. ഓക്കെ, വേണേ 40 പ്ലസ് 60 എന്നൊക്കെ എഴുതി അടുത്ത സ്റ്റെപ്പിൽ വരാം, ഞാൻ എഴുതാഞ്ഞതാ. അപ്പോൾ 48. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം കൂടെ പോവാം. ബാബു വീട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് 10 km/h വേഗതയിൽ യാത്ര ചെയ്തു. തിരിച്ച് മാനന്തവാടിയിൽ നിന്ന് വീട്ടിലേക്ക് 15 km/h വേഗതയിൽ യാത്ര ചെയ്തു. ഈ യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നതാണ് ചോദ്യം. SCRT ടെക്സ്റ്റിലുള്ളതാണ്. സെയിം ചോദ്യം, സെയിം ബാബു, സെയിം മാനന്തവാടി. അപ്പോൾ ബാബു വീട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് 10 km/h വേഗതയിലും മാനന്തവാടിയിൽ നിന്ന് വീട്ടിലേക്ക് 15 km വേഗതയിൽ യാത്ര ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം ബാബു പോയത് വീട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് 10. മാനന്തവാടിയിൽ നിന്ന് വീട്ടിലേക്ക് 15. ഒരേ ദൂരമാണ്, 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. മക്കളെ 2 × x എന്ന് പറഞ്ഞാൽ ആദ്യ സ്പീഡ് 10, y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് 15, x പ്ലസ് വൈ 10ഉം 15 കൂടെ കൂട്ടി 25. ഓക്കെ, 10 + 15 25. ഇനി നമുക്ക് 15ഉം 25 കൂടെ വെട്ടാം. നിങ്ങൾക്കറിയാം 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3, 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി 10ഉം 5ഉം 5 കൊണ്ട് വെട്ടാം, 5 കൊണ്ട് ഹരിക്കാം. 1 5 5 ഈ 5 10. 2 × 2 4, 4ഉം 3ഉം 12. ഇവിടുത്തെ ശരാശരി വേഗത നമുക്ക് പറയാൻ കഴിയും 12 km/h ആണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2, 11, 32, ഡാഷ്. 2, 11, 32 ഡാഷ്. എടാ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? അതായത് സീരീസ് കംപ്ലീഷന്റെ പ്രോബ്ലം ആണെങ്കിൽ ഈ അടുത്തടുത്താണ് സംഖ്യകൾ പോകുന്നതെങ്കിൽ, അതായത് ഈ സംഖ്യകൾ തമ്മിൽ വലിയ വലിയ ഗ്യാപ്പുകൾ ഇല്ലെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കിയാൽ മതി. ഇനിയും വലിയ വലിയ സംഖ്യകളായിട്ട് മാറുവാണെങ്കിൽ ഒന്നുകിൽ ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സാധനം ഗുണിച്ചു പോവായിരിക്കും. അപ്പൊ അന്ന് പറഞ്ഞ ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 5 7 ആയി, 10 ആയി, പിന്നെ 14 ആയി. അപ്പൊ 2 കൂടി, 3 കൂടി, 4 കൂടി, ഇങ്ങനെ ചെറിയ ചെറിയ സംഖ്യകളാണ്. കണ്ടോ? 5 7 10 14 ഇങ്ങനെ പോകുന്നത്. ഇവിടെ കണ്ടോ വലിയ ബന്ധങ്ങളിലേക്കായി സാധനം പോകുന്നത്. 2 ഒറ്റയടിക്ക് 11 ആയി, ഒറ്റയടിക്ക് 32 ആയി, ഒറ്റയടിക്ക് പിന്നെ ഏതാണെന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വലിയ വലിയ സംഖ്യകളിലേക്ക്, മൂന്നാമത്തെ സംഖ്യ ആയപ്പോൾ തന്നെ 2 32 ആയി മാറി. വലിയ വലിയ സംഖ്യകൾ വരുമ്പോഴേ ഓർത്തോണം, ഒന്നുകിൽ ഇത് സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ക്യൂബായിരിക്കും, അല്ലെങ്കിൽ ഇത് ഗുണിച്ചു പോകുന്ന സാധനമായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനിടെ അടുത്തുള്ള ക്യൂബോ സ്ക്വയറോ ഒക്കെ ആദ്യം നോക്കുക. 2-നടുത്തൊരു സ്ക്വയറും ഉണ്ട്, ക്യൂബും ഉണ്ട്. 11-നടുത്ത് 9 ഉണ്ട്, 8 ഉണ്ട്, സ്ക്വയറും ഉണ്ട്, ക്യൂബും ഉണ്ട്. 32-നടുത്ത് ക്യൂബായിരിക്കും കുറച്ചും കൂടെ അടുത്തെന്ന് തോന്നുന്നു, സ്ക്വയറിനേക്കാൾ 25-നേക്കാൾ. അപ്പൊ നമുക്ക് ഇവരെ ഇങ്ങനെ എഴുതാം: 1ന്റെ ക്യൂബിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2 കിട്ടും. ആലോചിച്ച് നോക്ക്, 1ന്റെ ക്യൂബ് 1 ആണ്, 1 കൂട്ടുമ്പോൾ 2. ഇനി 2ന്റെ ക്യൂബ് 8 ആണ്, അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 11 വരും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു, ഇപ്പോഴാണ് ഓർക്കുന്നത്. അതും ഒരു ക്യൂബിന്റെ കൂടെ 1 കൂടി കൂടി പോവായിരുന്നു, തൊട്ട് മുമ്പ് ചെയ്ത റിവിഷൻ ക്ലാസ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ 1ന്റെ ക്യൂബ് 1, അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 2. 2ന്റെ ക്യൂബ് 8,
അതിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 11. ഇനി 3ന്റെ ക്യൂബ് 27, അതിൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 32. കൊള്ളാം കളി. ഒന്ന് ആലോചിച്ച് നോക്കെ. 1ന്റെ ക്യൂബിൻ്റെ കൂടെ 1, 2ന്റെ ക്യൂബിൻ്റെ കൂടെ 3, 3ന്റെ ക്യൂബിൻ്റെ കൂടെ 5. അപ്പോൾ സ്വാഭാവികമായി 4ന്റെ ക്യൂബിൻ്റെ കൂടെ പിള്ളേരെ 7 കൂടണം. 7 എങ്ങനെ ഞാൻ എടുത്തേ? കാര്യം 1 കൂടി 3 കൂടി 5 കൂടി അടുത്ത് 7 കൂടും. ഇനി ക്യൂബ് ആണെങ്കിൽ തന്നെ 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ്. അപ്പൊ 4ന്റെ ക്യൂബിന്റെ കൂടെ 7 കൂടണം. 4ന്റെ ക്യൂബ് 64, 64ന്റെ കൂടെ 7 കൂടി 71. സെറ്റാണ്. മുമ്പോട്ട് പോവാ. ഓപ്ഷൻ എ. 1ന്റെ ക്യൂബിന്റെ കൂടെ 1, 2ന്റെ ക്യൂബിന്റെ കൂടെ 3, 3ന്റെ ക്യൂബിന്റെ കൂടെ 5. അടുത്ത 4ന്റെ ക്യൂബാണ് 7 കൂടണം. 64 7 91, സോറി 64 7 71 ഉത്തരം. അടുത്ത ചോദ്യം, പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. അതായത് പൈതഗോറസ് ട്രിപ്ലറ്റ്സ്, പൈതഗോറസ് നമ്പേഴ്സ് അല്ലാത്തതേത്. ഇതും LGSന്റെ സിലബസിൽ വരുന്നില്ല. വേണമെങ്കിൽ ഒരു SCRT ടെക്സ്റ്റിൽ നിന്ന് എടുത്ത ചോദ്യമായിട്ട് നമുക്ക് ഇവരെ പരിഗണിക്കാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പൈതഗോറസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സാധനമാണ്. പൈതഗോറസ് എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറൂടെ കൂട്ടുന്നതാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 സംഖ്യകളിൽ പൈതഗോറസ് ത്രികങ്ങളാണോ അല്ലയോ എന്നറിയാൻ അതിൻ്റെ വലിയ സംഖ്യയുടെ സ്ക്വയർ ചെറിയ സംഖ്യയുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടണം. ഒന്നുകൂടെ പറയുന്നു, വലിയ സംഖ്യയുടെ സ്ക്വയർ ചെറിയ സംഖ്യയുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടണം. അതായത് ശരിക്കും ഇത് എഴുതുന്ന A² + B² = C². കർണത്തിൻ്റെ സ്ക്വയർ പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും കൂട്ടുന്നതിന് തുല്യം. അതായത് ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സ്ക്വയർ കിട്ടണം. അപ്പൊ ഇവിടെ നോക്ക്, 8 7 3. ഇവിടുത്തെ വലിയ സംഖ്യ 64, സോറി 8, 8ന്റെ സ്ക്വയർ 64. ചെറിയ സംഖ്യ 7 3 ആണ്. 7ന്റെ സ്ക്വയർ 49, 3ന്റെ സ്ക്വയറും 9. 49 9 കൂടെ കൂട്ടുമ്പോൾ 58 ആണ്. ഒരിക്കലും നിങ്ങൾക്ക് വലിയ സ്ക്വയർ കിട്ടത്തില്ല. ഇതൊരു പൈതഗോറസ് ത്രികങ്ങളല്ല, പൈതഗോറസ് ട്രിപ്ലറ്റ് അല്ല. അല്ലാത്തതാണ് വേണ്ടി ഇനി വേറെ ആരെ തപ്പണ്ട. ഇത് തന്നെ ആയിരിക്കും ഉത്തരം. ഇതല്ല ഉത്തരമെങ്കിൽ നിങ്ങളുടെ ചോദ്യം തെറ്റായിരിക്കും. വേറെ എവിടെയെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റായിരിക്കും. ഓക്കെ ആണ്. ഇനി അടുത്തോടെ നോക്കാം. 3 4 5. 3 4 5 നമുക്ക് നോക്കാം. ഇവിടുത്തെ വലിയ സംഖ്യ 5, 5ന്റെ സ്ക്വയർ 25. ചെറിയ സംഖ്യ 3, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. 9ഉം 16 കൂടെ കൂട്ടുമ്പോൾ 25. കണ്ടോ? ചെറിയ 2 സംഖ്യകളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സംഖ്യയുടെ സ്ക്വയർ കിട്ടിയില്ലയോ? അടുത്തത് നമുക്ക് നോക്കാം. 13 ഇവിടുത്തെ വലിയ സംഖ്യ. 13ന്റെ സ്ക്വയർ മക്കളെ പറ. 13ന്റെ സ്ക്വയർ 169. ചെറിയൊരു സംഖ്യ 5, 5ന്റെ സ്ക്വയർ 25. 12, 12ന്റെ സ്ക്വയർ 144. 25ഉം 144 കൂടെ കൂട്ടുമ്പോഴും 169 കിട്ടും. ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ സംഖ്യയുടെ സ്ക്വയർ കിട്ടും. പൈതഗോറസ് ആണ്. ഇനി അടുത്ത ലാസ്റ്റ് നോക്കൂ. ഇവിടുത്തെ വലിയ സംഖ്യ 25. 25ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 625. ഓക്കെ. ഇനി 24ന്റെ സ്ക്വയർ 576 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. 576 49 നീ ചുമ്മാ അത് കൂട്ടി നോക്ക 625 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ നമുക്ക് എന്തു മനസ്സിലായി? വലിയ സംഖ്യയുടെ സ്ക്വയർ ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടുമ്പോ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇതിനെ പൈതഗോറസ് ത്രികങ്ങൾ എന്ന് വായിക്കാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതും ഒരു പൈതഗോറസ് ത്രികമാണ്, ഇതും ഒരു പൈതഗോറസ് ത്രികങ്ങളാണ്, ഇതും ഒരു പൈതഗോറസ് ത്രികങ്ങളാണ്. അങ്ങനെ അല്ലാത്തത് ആദ്യത്തേത് മാത്രം. ആദ്യത്തെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിർത്താം. പിന്നെ ഞാൻ ഇത്രയൊന്നും നിങ്ങളെ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. 8ന്റെ സ്ക്വയർ 64, 7ന്റെ സ്ക്വയർ 49, 3ന്റെ സ്ക്വയർ 9. ചെറിയ 2 സ്ക്വയറൂടെ കൂട്ടുമ്പോൾ 58 ആണ്. ഒരിക്കലും നിങ്ങൾക്ക് 64 കിട്ടുന്നില്ല. അടുത്തത് ബോർഡ് മാസവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. 5 + 2 × 3 - 1/2 × 6. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ ഒക്കെ വരുമ്പോൾ
നമ്മൾ ആദ്യം ബോഡ് മാസ് റൂൾ പ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ. ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബി ബ്രാക്കറ്റ് ആണ്, ബ്രാക്കറ്റ് ഇല്ല. ഇനി ഓഫ് എന്ന് പറഞ്ഞ് ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല. ഇനി ഡിവിഷൻ ഹരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഗുണനമുണ്ട്. ഇതും ഒരു ഗുണനമാണ്, ഇതും ഒരു ഗുണനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 ഗുണം 3 6. ഇനി 1/2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1/2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1/2 ഇൻറ്റു 6. 6നെ 1/2 കൊണ്ട് ഗുണിച്ചാൽ ഈ 2 6 വെട്ടിക്കളയുമ്പോൾ 3 ആവും. 1/2 ഇൻറ്റു 6 3 ആണ്. അപ്പോൾ 5 പ്ലസ് ഈ വാല്യൂ 6 ആണെന്ന് കിട്ടി, മൈനസ് ഈ വാല്യൂ 3 ആണെന്ന് കിട്ടി. ഇനി അടുത്ത റൂള് അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ആണ്. കൂട്ടുക 5 6 11. 11ൽ നിന്ന് 3 പോകുമ്പോൾ 8. അല്ലേ തന്നെ നമുക്കറിയാം കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി. 5 6 കൂട്ടുമ്പോൾ 11 ആണ്. 11ൽ നിന്ന് 3 കുറച്ചാൽ 8 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 2 ഗുണം 3 6. 1/2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 1/2 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3. കാര്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 6 വെട്ടി 3 ആവും. 5 പ്ലസ് 6 മൈനസ് 3. ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ കൂട്ടാനും കുറയ്ക്കാനുമാണ് നമുക്ക് ചെയ്യാം. 5 6 11. 11ൽ നിന്ന് 3 പോയാൽ 8. കൂട്ടാനും കുറയ്ക്കാനും മാത്രമാണ്. ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അടുത്തത് 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര എന്നതാണ് ചോദ്യം. ഇവരുടെ എൽസിയം കാണണം. മക്കളെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യം തന്നെയാണ്, എന്നാലും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ചെയ്യാനായിട്ട് 2 മെത്തേഡുകളുണ്ട്. ആ 2 മെത്തേഡുകൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതാ സൗകര്യം അത് ചെയ്യാം. അപ്പൊ ഇവിടെ 0.5, 0.25, 0.35 ഇവരുടെ എൽസിയം കാണണം. അപ്പോ ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഫുള്ള് പോയിന്റ് ആണ്. പോയിന്റ് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ കേൾക്കണം. നമ്മൾ ആദ്യം ഇവരുടെ പോയിന്റ് അങ്ങ് മാറ്റുക. 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ചെയ്യുക. ഇവരുടെ പോയിന്റ് അങ്ങ് മാറ്റുക. എങ്ങനെ മാറ്റുക എന്ന് ചോദിച്ചാൽ 0.5നെ പോയിന്റ് മാറ്റാൻ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. കാര്യം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് മാറും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, അപ്പൊ 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, 100 കൊണ്ട് ഗുണിക്കണം. മക്കളെ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കണം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കണം. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ പറ, എല്ലാവരുടെയും പോയിന്റ് മാറണമെങ്കിൽ ഇവിടെ 10, ഇത് 100, ഇത് 100. എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ എല്ലാവരുടെയും പോയിന്റ് മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും, അതെങ്ങനെ, ഇത് 10 പോരെ, മതി. പക്ഷെ എല്ലാവരുടെയും പോകണം. ഇവിടെ 10 കൊടുത്താൽ ഒരു സ്ഥാനമേ മാറൂ, ഇവിടെ 10 കൊടുത്താൽ ഒരു സ്ഥാനമേ മാറൂ. എല്ലായിടത്തും പോകണമെങ്കിൽ ഇവിടെ 100 വേണം, ഇത് 100 വേണം, ഇത് 100 വേണം. 100 കൊടുത്താൽ എല്ലാവരുടെയും പോകും, ഇല്ലെങ്കിൽ ചിലരുടെയൊക്കെ അവിടെ കിടക്കും. അപ്പൊ കൂടുതലുള്ളത് ഏതാണോ അത്. അപ്പൊ എല്ലാവരെയും 100 കൊണ്ട് ഗുണിക്കും. 0.5നെ 100 കൊണ്ട് ഗുണിച്ചാൽ 10 കൊണ്ടാവുമ്പോൾ തന്നെ 5 പിന്നെയും ഒരു 10 കൂടെ ആയതുകൊണ്ട് 50. അല്ലെ തന്നെ 0.5നെ 100 കൊണ്ട് ഗുണിച്ചു നോക്ക്, നിങ്ങൾക്ക് 50 എന്ന് കിട്ടും. 0.25നെ 100 കൊണ്ട് ഗുണിച്ചാൽ 2 സ്ഥാനം മാറി 25. 0.35നെ 100 കൊണ്ട് ഗുണിച്ചാൽ 2 സ്ഥാനം മാറി 35. ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. നമ്മൾ ആദ്യം പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റാൻ ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞ്, അതുകൊണ്ട് 10 മതി. ഇവിടെ 2 സ്ഥാനമുണ്ട്, 100 വേണം. ഇവിടെയും 2 സ്ഥാനമുണ്ട്, 100 വേണം. അപ്പൊ ചിലയിടത്തൊക്കെ 100 വേണം, ചിലയിടത്തൊക്കെ 10 മതി. കൊടുക്കുമ്പോൾ എല്ലായിടത്തും കൊടുക്കണം. അപ്പൊ എല്ലായിടത്തും നമ്മൾ 100 കൊടുത്തു. അപ്പൊ 10 വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും പോകത്തില്ല. അപ്പോൾ 100 എല്ലായിടത്തും കൊടുത്തു. അപ്പൊ എല്ലാവരെയും നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം.
ഈ 0.5നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ 5ആയി. കാര്യം ഒരു സ്ഥാനം മാറാൻ, ഒരു സ്ഥാനത്തെ പോയിന്റ് മാറാൻ 10 മതി. പിന്നെയും ഒരു 10 കൂടെ ഉണ്ടായത് കൊണ്ട് 50. 0.25നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം അങ്ങ് മാറി 25ആയി. 0.35നെ 10 ആകുമ്പോൾ തന്നെ 3.5 100 ആകുമ്പോൾ 35ആയി. ഓക്കെ, മുമ്പോട്ട് വാ. ഇനി നമ്മൾ ഈ എഴുതിയേക്കുന്ന 50ൻ്റെയും 25ൻ്റെയും 35ൻ്റെയും LCM എടുക്കണം. ഈ എഴുതിയേക്കുന്ന 50ൻ്റെയും 25ൻ്റെയും 35ൻ്റെയും നോർമലായിട്ട് LCM എടുക്കണം. ഈ 3 സംഖ്യകളും പോകുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ട്. 5 വെച്ച് പോകും. 5 വെച്ച് പോയാൽ ഇത് 10 ആവും, ഇത് 5 ആവും, ഇത് 7 ആവും. ഇനിയും 3 സംഖ്യകൾ പോകുമോ? ഇല്ല. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി വാ. 2 സംഖ്യയിലും പോവും. 2 സംഖ്യ പോവും. 10ഉം 5ഉം. 10ഉം 5ഉം 5 കൊണ്ട് പോകാം. 5 കൊണ്ട് പോയാൽ ഇത് 2 ആവും, ഇത് 1 ആവും, ഇത് 7 ആവും. ഇനി 2 സംഖ്യയിലും പോവോ? ഇല്ല. ഇനി ഓരോന്നേ പോവും. ഇപ്പൊ 2 7 ഗുണിച്ചാലും മതി. എന്നാലും ഞാൻ എഴുതുക. 2 കൊണ്ട് പോകുമ്പോൾ 1 1 7 ആവും. 7 കൊണ്ട് പോകുമ്പോൾ 1 1 1 ആവും. ഇനി നിങ്ങൾ പറ, LCM കാണാൻ ഇതെല്ലോടെ ഗുണിക്കുക. 5ഉം 5ഉം 25, 25 2 50, 50 ഗുണം 7 350. അപ്പൊ മക്കളെ ഇവരുടെ LCM നമുക്ക് 350 എന്ന് കിട്ടി. ഇതല്ല ഒറിജിനൽ LCM. അങ്ങനെ പറയാൻ കാര്യം, ഇവരെ ഒക്കെ 100 കൊണ്ട് ഗുണിച്ച് LCM എടുക്കുമ്പോഴാണ് 350 കിട്ടുക. അപ്പോൾ ഒറിജിനൽ LCM എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചോ അതുകൊണ്ട് ഹരിക്കണം. കാര്യം 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 350. നമ്മൾ 100 കൊണ്ട് ആദ്യം ഒന്ന് ഗുണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിൽ 100 കൊണ്ട് ഹരിക്കണം. കാര്യം ഇത് ഒറിജിനൽ സംഖ്യയുടെ LCM അല്ല, 100 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ LCM ആണ്. അപ്പോൾ ഒറിജിനൽ സംഖ്യയിലേക്ക് തിരിച്ചു വരാൻ 100 കൊണ്ട് ഹരിക്കണം. 10 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ 10 കൊണ്ട് ഹരിക്കണം. 1000 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ 1000 കൊണ്ട് ഹരിക്കണം. ഇവിടെ നമ്മൾ ആദ്യം നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമ്മൾ 100 കൊണ്ട് ഹരിച്ചു. ഇത് പോയി 35നെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് 3.5. ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് 3.5 പക്ക. ഓക്കെ, ഒരു വട്ടം കൂടെ ഞാൻ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കുമൊക്കെയാണോ? മുമ്പോട്ട് വാ. 0.5, 0.25, 0.35. നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റാൻ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം 10 മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം 100 വേണം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം 100 വേണം. ഇത് 2 100, ഇത് 10. അപ്പൊ നമുക്ക് കൂടുതലുള്ളത് തന്നെ ഉപയോഗിക്കുക. എല്ലാവരെയും 100 കൊണ്ട് ഗുണിക്കുക. പറ എല്ലാവരെയും. 0.5നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.5നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ 5ആയി. പിന്നെ ഒരു 10 കൂടെ ഉണ്ട്, അപ്പൊ 50. സംശയമുണ്ട്? 0.5നെ 100 കൊണ്ട് ഗുണിച്ച് നോക്കാം, 50. 0.25നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം മാറി 25. 0.35നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം മാറി 35. മക്കളെ 50ൻ്റെയും 25ൻ്റെയും 35ൻ്റെയും കൂടെ LCM എടുത്തു. 3 സംഖ്യകളെയും നമുക്ക് 5 കൊണ്ട് പറ്റും. 5 കൊണ്ട് പറ്റുമ്പോൾ ഇത് 10, ഇത് 5, ഇത് 7. 3 സംഖ്യകളില്ല. ഇനി 2 സംഖ്യകളെ 5 കൊണ്ട് പറ്റും. ഇത് 2, ഇത് 1, ഇത് 7. ഇനി ഓരോന്നായിട്ട് 2 സംഖ്യകൾ പോലും പറ്റൂല. 7 കൊണ്ട് ചെയ്തപ്പോൾ എല്ലാം 1 1 1. അപ്പൊ ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 350. എടാ പിള്ളാരെ, ഈ 350 ഒറിജിനൽ അല്ല. അങ്ങനെ പറയാൻ കാര്യം, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ എടുത്ത LCM ആണ്. കാര്യം നമ്മൾ എല്ലാവരെയും 100 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ LCM ആണ് 350. 100 കൊണ്ട് ഗുണിച്ചതാണ് 350. അപ്പോൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിക്കണം. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ 100 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ 100 ഹരിക്കുക. 10 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ 10 ഹരിക്കുക. എന്ത് 100 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ LCM ആയത്. അപ്പോൾ ഒറിജിനലിനെ കാണാനായിട്ട് 100 കൊണ്ട് ഹരിക്കുക. ഇത് പോയി 35നെ 10 കൊണ്ട് ഹരിച്ച് 3.5. ഓക്കെ, 3.5. നിങ്ങൾ ഇത്രയും നേരമായിട്ട് നോക്കുമായിരിക്കും, ഞാനും കണ്ടില്ലായിരുന്നു. ഓപ്ഷനിൽ ഇല്ല. 3.5 ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യം തെറ്റാണ്. 3.5 ആണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ ആണ്. ഇനി ഇതല്ല, നമ്മൾ ചെയ്ത വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് കരുതുന്നു.
അതായത് വേറൊരു രീതിയിൽ കൂടെ വേണേലും കാണാം. 0.5, 0.25, 0.35. വേറൊരു രീതിയിൽ കൂടെ വേണേലും കാണാം. വേണ്ടാത്തവർ ഞാൻ ഇനി പറയുന്ന ശ്രദ്ധിക്കേണ്ട, അടുത്ത ചോദ്യത്തിലോട്ട് പോക്കോ. നമ്മൾ ഈ സംഖ്യകളെ എല്ലാം ഭിന്നസംഖ്യ ആക്കി മാറ്റാനായിട്ട് പോവാം. 0.5 മക്കളെ ഭിന്നസംഖ്യ ആക്കുമ്പോൾ 5/10 ഇത് വെട്ടിക്കളഞ്ഞ് 1/2. നിങ്ങൾ ആലോചിക്കുക, അതെങ്ങനെ? എടാ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പോയിന്റിൽ വരുന്ന ഒരു സംഖ്യയെ ഫ്രാക്ഷൻ ആക്കാൻ 0.5 ഫ്രാക്ഷൻ ആക്കാൻ പോയിന്റ് ഇല്ലാതെ എഴുതിയ 5, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് അടിയിൽ 10. പക്ഷെ ഇത്തരം ചോദ്യം ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം, ഇവരെ വെട്ടിച്ചെറുതാക്കി ഏറ്റവും ലാസ്റ്റ് പരുവത്തിൽ കൊണ്ടുവരണം, അല്ലെ ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. 5/10 വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/2. അപ്പൊ ഈ സംഖ്യ ഞാൻ 1/2 എന്ന് എഴുതി. ഇനി 0.25 ഭിന്നസംഖ്യ ആക്കുമ്പോൾ 0.25 നമ്മൾ 25 എന്ന് എഴുതി. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ ആയതുകൊണ്ട് അടിയിൽ 100 എന്ന് എഴുതി. 25നെയും 100നെയും വെട്ടിച്ചെറുതാക്കി ലാസ്റ്റ് പരുവത്തിലേക്ക് കൊണ്ടുപോവാ. 25ഉം 100ഉം 25 കൊണ്ട് വെട്ടിച്ചെറുതാക്കിയ ഈ സാധനം 1/4 ആവും. ഒരു 25, 25, 4 100. ഇനി 0.35 നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭിന്നസംഖ്യ ആക്കി മാറ്റുമ്പോൾ 0.35 പോയിന്റ് മാറ്റി എഴുതിയാൽ 35. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് അടിയിൽ 100. 35/100. 35/100 വെട്ടിച്ചെറുതാക്കിയപ്പോൾ നമുക്ക് പറയാം, വെട്ടിച്ചെറുതാക്കി ലാസ്റ്റ് പോയിന്റ് കൊണ്ടുവരണം 7/20. അപ്പൊ 0.5 പകരം നമ്മൾ ഇനി മുതൽ 1/2 എന്ന് എഴുതും. 0.25 പകരം നമ്മൾ ഇനി മുതൽ 1/4 എന്ന് എഴുതും. 0.35 പകരം നമ്മൾ ഇനി മുതൽ 7/20 എന്ന് എഴുതും. ഇനി ഇവരുടെ എൽസിയം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി, അതാ നമ്മുടെ ഉത്തരം. പിന്നെ 0.5 1/2 ആണെന്നും 0.25 1/4 ആണെന്നും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഒന്നുകൂടെ 0.5 നമ്മൾ പോയിന്റ് ഇല്ലാതെ എഴുതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പോയിന്റിൽ വരുന്ന സംഖ്യയെ ഫ്രാക്ഷൻ ഭിന്നമാക്കാൻ പോയിന്റ് ഇല്ലാതെ എഴുതി 5. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് അടിയിൽ 10. 5/10 വെട്ടിക്കളഞ്ഞ് 1/2. ഇനി 0.25 ഭിന്നം ഫ്രാക്ഷൻ ആക്കാൻ 25 എന്ന് എഴുതി. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് അടിയിൽ 100. 25/100 വെട്ടിക്കളഞ്ഞ് 1/4. ഇനി 0.35 പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 35. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് അടിയിൽ 100. 35/100 വെട്ടിക്കളഞ്ഞ് 7/20. അപ്പൊ 0.5 പകരം നമുക്ക് 1/2 എഴുതാം, മറ്റവന് പകരം 1/4 എഴുതാം, 0.35 പകരം 7/20 എഴുതാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭിന്നസംഖ്യകളുടെ എൽസിയം കാണേണ്ടത് മേളത്തതിന്റെ എൽസിയം, താഴത്തിന്റെ HCF. അതായത് മേളത്തെ സംഖ്യകൾ ആരൊക്കെയാ? 1, 1, 7. 1ന്റെയും 1ന്റെയും 7ന്റെയും എൽസിയം കാണുക. താഴത്തെ സംഖ്യകൾ ആരൊക്കെയാ? 2, 4, 20. അവരുടെ HCF കാണുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭിന്നസംഖ്യകളുടെ എൽസിയം കാണാൻ മേളിലുള്ളവരുടെ എൽസിയം നേരെ ഓപ്പോസിറ്റ് താഴെയുള്ളവരുടെ HCF. ഭിന്നസംഖ്യകളുടെ HCF കാണാൻ മേളിലുള്ളവരുടെ HCF, ഓപ്പോസിറ്റ് താഴെയുള്ളവരുടെ LCM. ഒന്നുകൂടെ പറയുന്നു, കാണേണ്ടത് മേളിലുള്ളത് 1, 1, 7. LCM കാണാൻ 1ന്റെയും 7ന്റെ LCM എടുക്കുക. ഇനി താഴെയുള്ളവരുടെ HCF 2ന്റെയും 4ന്റെയും 20ന്റെ LCM. മക്കളെ, HCF 1ന്റെയും 7ന്റെയും LCM എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, പൊതുവായി ഗുണിക്കുന്ന സംഖ്യകളൊന്നുമില്ല. 1, 1, 7 എന്നേ ഉള്ളൂ. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ലെങ്കിൽ 1ഉം 1ഉം 1 7 ഗുണിക്കുമ്പോൾ അവരുടെ LCM നമുക്ക് കിട്ടി 7. ഇനി 2ന്റെയും 4ന്റെയും 20ന്റെയും HCF കാണണം. ഈ 3 സംഖ്യകളും ഒരുമിച്ച് പോകുന്ന സംഖ്യയുണ്ടോ?
എടാ ഈ മൂന്ന് സംഖ്യകളും 2 കൊണ്ട് പോകും. 2 കൊണ്ട് പോകുമ്പോൾ 1, ഇത് 2, ഇത് 10. ഇനി ഈ മൂന്ന് സംഖ്യകളും ഒരുമിച്ച് പോകത്തില്ല. സോ അവിടെ വെച്ച് നമ്മൾ പരിപാടി നിർത്തി. HCF എന്ന് പറഞ്ഞാൽ വളരെ കാർക്കശക്കാരനാണ്. 3 എപ്പ പോകുന്നു അവിടെ വരെ മതി. LCM ആണെങ്കിൽ നമ്മൾ പിന്നെ അയഞ്ഞു കൊടുക്കും. 2 നോക്കൂ, 1 നോക്കൂ. ഇവിടെ 3 ഒരുമിച്ചുണ്ടേ മതി. 3ഉം 2 കൊണ്ട്. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 7/2 ആണ് നമ്മുടെ ഉത്തരം. 7/2 ഓപ്ഷൻ്റെ അകത്തിലില്ല. അപ്പൊ 7നെ 2 കൊണ്ട് ഭാഗിച്ച് 7ന്റെ പകുതി 3.5 ആണ് ഉത്തരം. 3.5 ഓപ്ഷനിലില്ല. സോ ക്വസ്റ്റ്യൻ തെറ്റാണ്. 3.5. അപ്പൊ രണ്ടാമത് ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 1/2, രണ്ടാമത്തവനെ 1/4, 7/20. ഈ മൂന്ന് സംഖ്യകളെയും നമ്മൾ ഇങ്ങനെ ഭിന്നസംഖ്യയാക്കി മാറ്റി. ഭിന്നസംഖ്യയുടെ LCM കാണാൻ മേളിലുള്ളവരുടെ LCM, താഴെയുള്ളവരുടെ HCF. ഭിന്നസംഖ്യകളുടെ HCF കാണാൻ മേളിലുള്ളവരുടെ HCF, താഴെയുള്ളവരുടെ LCM. മക്കളെ ഓർക്കുക, കാണേണ്ടത് മേളിൽ, ഓപ്പോസിറ്റ് താഴെ. ഇവരുടെ LCM കാണാൻ മേളിലുള്ളവരുടെ LCM, 1ന്റെയും 7ന്റെയും LCM. താഴെയുള്ളവരുടെ HCF, 2ന്റെയും 4ന്റെയും 20ന്റെയും HCF. 1ന്റെയും 7ന്റെയും LCM 7 ആണ്. 2ന്റെയും 4ന്റെയും 20ന്റെയും HCF 2 ആണ്. 7/2 എന്ന് പറഞ്ഞാൽ 7ന്റെ പകുതി 3.5 ആണ്. അതും ഓപ്ഷനിലില്ല. മക്കളെ, ഞാൻ നിങ്ങളെ 2 മെത്തേഡ് പഠിപ്പിച്ചു. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിലിട്ട് ചെയ്തോളൂ. ഓക്കെ ആണ്. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. 5/3, 13/11, 113/111, 17/5. പെട്ടെന്ന് കണ്ടാൽ വ്യത്യസ്തമായ ഒരു ചോദ്യമാണെന്ന് തോന്നും. കാര്യം 5/3ന്റെ ഗ്യാപ്പ് 2 ആണ്. 13/11ന്റെ ഗ്യാപ്പ് 2 ആണ്. 113/111ന്റെ ഗ്യാപ്പ് 2 ആണ്. പക്ഷെ 17/15 ആയിരുന്നെങ്കിൽ ഗ്യാപ്പ് 2 ആണ്. ഒരേ ഗ്യാപ്പ് ആണെങ്കിൽ എന്നുള്ളൊരു റൂള് വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഗ്യാപ്പ് 2 അല്ല. ഇവിടെയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 2. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 2. ഇവിടെയും 2. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് 2 അല്ല. എനിക്ക് തോന്നുന്നു 17/15 ആണെന്ന് തോന്നുന്നു എഴുതിയത്. പക്ഷേ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ 5 പോയതാവാനുള്ള സാധ്യതയുണ്ട്. വാട്ടവർ എന്തേലും ആയിക്കോട്ടെ, ഗ്യാപ്പ് സെയിം അല്ല. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. അതായത് അംശത്തിൽ ഒരു 0. അംശത്തിൽ 5-ലൊരു 0 ഇട്ടാൽ 50/3 ആണ്. ഇവരെ മേളിൽ ഒരു 0 ഇട്ടാൽ 130/11 ആണ്. മേളിൽ ഒരു 0 ഇട്ടാൽ 1130/111 ആണ്. മേളിൽ ഒരു 0 ഇട്ടാൽ 170/5 ആണ്. മക്കളെ, ഈ മേളിൽ 0 ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് തന്നെ 10 കൊണ്ട് ഗുണിക്കാന്ന്. നിങ്ങൾ അതൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മേളിൽ ഒരു 0 ഇട്ടാൽ മതി. കാര്യം 10 കൊണ്ട് ഗുണിക്കാന്ന് എല്ലാവരെയും. അപ്പം മേളിൽ 0 ഇട്ടു 50/3, 130/11, 1130/111, 170/50. സോറി 5. കാര്യം മേളിൽ മാത്രം 0 ഇട്ടു. ഇനി 50/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 50നെ 3 കൊണ്ട് ഹരിക്കാന്ന്. അപ്പോൾ 50നെ 3 കൊണ്ട് ഹരിച്ചു നോക്ക്. 1 16 പോയിന്റ് സംതിങ് വരും. നമുക്ക് ആ പോയിന്റ് വേണ്ട, 16. 130നെ 11 കൊണ്ട് ഹരിച്ചാൽ 11 121 ആണ്. 11 പോയിന്റ് സംതിങ് വരും. നമുക്ക് ആ പോയിന്റ് വേണ്ട, 11. പോയിന്റ് കൊണ്ട് തോട്ടിക്കളാം, നമുക്ക് മതി. തൽക്കാലം ഇത്ര മതി. ഇനി 1130നെ 111 കൊണ്ട് ഹരിച്ചാൽ അത് മാത്രം ഒരു ഇച്ചിരി ടൈറ്റാണ്. 1130 സോറി 111 കൊണ്ടായിരിക്കണം. 111 ഗുണം 10 ആണ് 1110. അപ്പോൾ 1110. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി 10 പോയിന്റ് സംതിങ് ആണ്. പോയിന്റ് നമുക്ക് വേണ്ട. ഞാൻ എങ്ങനെയത് പെട്ടെന്ന് എടുത്തെന്ന് ചോദിച്ചാൽ 111നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1110 വരും. പിന്നെ ഒരു 20 കൂടെ ഉള്ളു 30 ആവാൻ. പിന്നെ ഒരു 111 എന്തായാലും അതിനകത്ത് ഇല്ല, ഉറപ്പാണ്. 1110. അപ്പോൾ 10 പോയിന്റ് സംതിങ് 10. 170നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 15 34 കറക്റ്റ് വരും. പോയിന്റ് ഇല്ല, 34 കറക്റ്റ് വരും. മക്കളെ, നമുക്ക്
വലിയ സംഖ്യയാണ് വേണ്ടത്. നിങ്ങൾ പറ, ഇതിനതിൽ ആരാ വലിയത്? 16 ആണോ 11 ആണോ 10 ആണോ 34 ആണോ? മക്കളെ 34 വലുത്. അപ്പൊ 34ന്റെ ആളായ 17/5 കൂട്ടത്തിൽ വലുത്. 0 അവിടെ ഇടരുത്. കാര്യം 0 നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇട്ടതാണ്. 170 ഇട്ട് ചെയ്തു, പക്ഷെ 17/5 ഒറിജിനൽ നമ്പർ. അപ്പൊ 17/5 വലുത്. അങ്ങനെയാണ് മക്കളെ ചെറുതാരാന്ന് ചോദിച്ചാലോ, 10ന്റെ ആളായ 0 നമ്മൾ ഇട്ടതാ 113/11. അങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്ന് അവരോഹണ ക്രമത്തിൽ എഴുതാം. എന്താടാ മക്കളെ അവരോഹണ ക്രമം? ആ കഴിഞ്ഞു വായ വലുതീന്ന് ചെറുതിലേക്ക് ഏറ്റവും വലുത് ഇത് 17/15. അത് കഴിഞ്ഞിട്ടുള്ള വലുത് 16ന്റെ ആളായ 5/3. അത് കഴിഞ്ഞിട്ടുള്ള വലുത് 11ന്റെ ആളായ 13/11. അത് കഴിഞ്ഞ് 10ന്റെ ആളായ 0 നമ്മൾ ഇട്ടതാ 113/111. അപ്പം മേളിൽ എല്ലാവർക്കും 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുത്ത് ഹരിച്ചു നോക്കുക. 0 ഇടാതെ ഹരിച്ചാലും കിട്ടും 100%. പിന്നെ ഫുള്ള് പോയിന്റ് ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു പുകമയമായിരിക്കും അതിനകത്ത്. മനസ്സിലായോ? അവിടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് ആ 10 ഇട്ട് ഹരിക്കാൻ പറയുമ്പോൾ നമുക്ക് കാണാൻ കൊള്ളാവുന്ന കുറച്ച് സംഖ്യയെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് എല്ലായിടത്തും 0 ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ 34 വന്ന് 34 വലുത്. 34ന്റെ ആളായ 17/5 കൂട്ടത്തിൽ വലുത് വലിയ സംഖ്യ. 1.1 × 1.11ന്റെ വില കാണുക. 4 ഓപ്ഷൻ ഉണ്ട്. ഈ ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. നോർമലി എങ്ങനെയാ ചെയ്യുന്നത്? 11 × 11 ചെയ്യുക. 11 × 11 ചെയ്ത ശേഷം എത്ര സ്ഥാനം മൊത്തം ഉണ്ടോ അത്. ഇത് നോർമലി ഗുണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അപ്പൊ നമ്മൾ ഗുണിച്ചെഴുതുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് 3 സ്ഥാനം ഉണ്ടാവണം. നീ ഈ ഓപ്ഷൻ ഒന്ന് നോക്കി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ മാത്രം 3 സ്ഥാനം. പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇതാ ഉത്തരം. ഓപ്ഷൻ ഡി. നീ ഗുണിക്കൊന്നും വേണ്ട. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പൊ നമ്മൾ ഗുണിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടാവണ്ടേ? പക്ഷെ ഇവിടെ വരുമ്പോൾ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി അതല്ല, നോർമലി ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1.1 × 1.11. പോയിന്റ് വരുന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ ഗുണിക്കാം? പോയിന്റ് ഇല്ലാതെ ഗുണിക്കാം. 111. ഇത് പോയിന്റ് ഇല്ലാതെ നോക്കുമ്പോൾ ഇത് 111, ഇത് 11. മക്കളെ 111നെ 11 കൊണ്ട് ഗുണിച്ചു നോക്ക്. 1221 എന്ന് കിട്ടും. ഗുണിച്ചു നോക്ക്. 1221 എന്ന് കിട്ടും. മക്കളെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് മക്കളെ 3 സ്ഥാനം വേണം. 1 സ്ഥാനം 3 സ്ഥാനം വേണം. അപ്പൊ നമ്മൾ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് 1.221 എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഓക്കെയാണ്, നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇനി എങ്ങനെ വന്നാലും ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസിനും അതുപോലെ തന്നെ LGS എക്സാമുകൾക്കും വേണ്ടിയിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ ഒരു 7ഓളം റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ നിങ്ങൾ ഏതെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അത് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിലെ ഒരുപാട് ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ വന്നിട്ടുണ്ട്. വരും പരീക്ഷകൾക്കും ഈ ചോദ്യങ്ങളൊക്കെ പ്രയോജനപ്പെടും. മാക്സിമം അത് കാണാനും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെ.